പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വർഷത്തെ 2023 അവസാനത്തെ വിശുദ്ധ ആരാധനയിലാണ് നമ്മൾ ഇന്ന് സന്നിഹിതരായിട്ടുള്ളത്. ഓൺലൈനിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാത്യു ബ്രദർ, ഗ്രേസി സിസ്റ്റർ, അതുപോലെ ലിമി സിസ്റ്റർ, ജിൻ സിസ്റ്റർ, ആനി, അതുപോലെ ഓൺലൈനിൽ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കടന്നുപോകുന്ന ഈ കഴിഞ്ഞ ഈ ഒരു വർഷം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഞാൻ ഓർത്തുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പുതിയൊരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ 2023 കടന്നു പോകും. 2024 വരവേൽക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ശേഷിക്കുക. നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ആരോഗ്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളൊക്കെ ധാരാളമായ മാറ്റങ്ങൾ ദൈവം ഉണ്ടാക്കി. ആരോഗ്യം കുറച്ച് ക്ഷയിച്ചു, നമ്മുടെ പ്രത്യാശ കുറച്ച് വർദ്ധിച്ചു, ദൈവവചനത്തിൽ കുറച്ചുകൂടി ബലപ്പെടാൻ ദൈവം നമ്മളെ സഹായിച്ചു. സർവോപരി നാം ഇന്ന് ആയിരിക്കുന്നത് ദൈവകരങ്ങളിലാണ്. കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു, കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നു. മറ്റുള്ളവരെല്ലാം കർത്താവ് ശരിയോ തെറ്റോ, അല്ലെ കർത്താവ് എന്നൊരു വസ്തുതയാണോ, ബൈബിൾ സത്യമാണോ എന്നൊക്കെ ആശങ്കപ്പെടുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ലോകത്തൊരു സത്യമുണ്ടെങ്കിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമല്ലാതെ ഒരു സത്യമില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെ നിഷേധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ ഇന്ന് 6 അടി മണ്ണിൽ ആഴ്ത്തപ്പെട്ട് കഴിഞ്ഞു. ലോകത്ത് ഇന്ന് വരെയും അതിനെതിരെ പ്രസംഗിച്ച് മരിച്ചവരെല്ലാം കുഴി കിടക്കുക. അവർക്ക് ഈ ലോകത്തെ ഒന്നും മാറ്റാൻ കഴിയില്ല. ആ പുസ്തകം ഇന്നും ആ 10,000-കണക്കിന് ആളുകളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അനേകരുടെ പാപ വഴികളിൽ നിന്ന് നീതിമാന്മാരുടെ വഴിയിലേക്ക് ആക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും ദൈവവചനത്തെ നിഷേധിക്കത്തില്ല. ബൈബിൾ ദൈവവചന നിഷേധികളെ വിളിക്കുന്ന പേരെ വിഡ്ഢി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മൂഢൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഈ വചനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം, നമുക്ക് വേണ്ടി ദൈവം നൽകിയ ഈ 66 പുസ്തകങ്ങൾ, ഇതിനെ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നവർ തന്നെയാണ് ഇന്ന് അങ്ങനെ ഉള്ളത്. ഞാൻ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു പഠനമായിട്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഗേറ്റ് മിനിസ്ട്രീസ് എന്ന പേരുള്ള ഒരു ചങ്ങനാശ്ശേരി ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന തോമസ് ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു പ്രസ്ഥാനമാണ് ഗേറ്റ് മിനിസ്ട്രീസ്. ഗേറ്റ് മിനിസ്ട്രീസിൽ നിന്ന് ഒരാൾ എനിക്ക് കുറച്ച് വീഡിയോയും ഒരു 10-40 പേജുള്ള ഒരു PDF ഫോർമാറ്റിൽ റൈറ്റപ്പും അയച്ചു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എനിക്ക് അയച്ചു തരുന്നത്? എനിക്ക് ആ ഗേറ്റ് മിനിസ്ട്രീസിന്റെ എംബ്ലം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഞാൻ ഈ സാധനം ഒരു 2-3 വീഡിയോകൾ കണ്ടതിന് ശേഷം നിർത്തിവെച്ചൊരു വീഡിയോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ചവറൊക്കെ എനിക്ക് അയച്ചു തന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ചവറല്ല, ഇതാണ് സത്യസുവിശേഷം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സുവിശേഷത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്നാനം ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നല്ലോ. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 2:38 ആരംഭിക്കപ്പെട്ട സ്നാനത്തോടു കൂടിയുള്ള ശുശ്രൂഷ കർത്താവിന്റെ മധ്യാകാശ വരെ തുടരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി മറ്റൊന്ന് ഞാൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അപ്പോസ്തലൻ പൗലോസാണ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയവർക്കാണ് സ്നാനത്തിന്റെ ശുശ്രൂഷ കൊടുത്തിട്ടുള്ളത്. അത് യഹൂദന്മാരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എത്രമാത്രം വലിയ മൗഢ്യമാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ. ക്രിസ്ത്യാനി 2 തരം. യഹൂദനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനിക്ക് സ്നാനം വേണം, ജാതിയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനിക്ക് സ്നാനം വേണ്ട. അപ്പൊ അദ്ദേഹം ഓഫ് കോഴ്സ് ശരിയാണ്, നല്ല സുന്ദരനാണ്, നല്ല വാഗ്മിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ഓഡിയൻസ് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്,
ഒപ്പം അദ്ദേഹത്തിന് ബുക്കുകൾ ധാരാളം എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് വെബ്സൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ ലോകത്തിന്റെ കണക്ക് പ്രകാരം ഞാൻ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വയം അദ്ദേഹം പുകഴ്ത്തുകയാണ്, ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന നാളുകൊണ്ട് അന്ത്യനാളിൽ കർത്താവ് എന്നെ പ്രശംസിക്കും എന്ന് അദ്ദേഹം സ്വയം പറയുക. എന്നെ കർത്താവ് പ്രശംസിക്കും, ഞാൻ ഈ സത്യം പഠിപ്പിക്കുന്നതുകൊണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമായി മാത്രം കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ പുസ്തകത്തിലെ മുഴുവൻ വാക്യങ്ങളും വിശ്വസിക്കുന്നു. അതിനെ ഇന്ന് വരെയും ദൈവം നീക്കം വരുത്തിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഇതിന് ഒരു നാളും നീക്കം വരികയില്ല. അപ്പൊ അതുകൊണ്ട് ലോകപരമായി അദ്ദേഹവും ഞാനും തമ്മിൽ കാര്യമായ അന്തരമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ ഞാൻ തയ്യാറല്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ മരിക്കുന്ന നാൾ വരെയും ഒരു കാര്യത്തിന് വേണ്ടിയും ഈ വചനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഞാൻ പരിശ്രമിക്കുകയില്ല. ഇത് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ഉടമ്പടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ തിരുവെഴുത്തുകളെ എങ്ങനെ ഖണ്ഡിക്കുന്നു, ഞാൻ എങ്ങനെ ഖണ്ഡിക്കുന്നു എന്നുള്ളതല്ല. അദ്ദേഹം പറയുന്ന വാക്യങ്ങൾക്കോ കാര്യങ്ങൾക്കോ ബൈബിളിൽ എന്ത് റെലവൻസ് ആണുള്ളത്, എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. കാരണം സ്നാനം വേണ്ട എന്ന് ഏതെങ്കിലും ഒരു കൂട്ടായ്മ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ പഠിപ്പിച്ചാൽ പൊതുവെ സ്നാനം വേണ്ട എന്നുള്ള വിചാരക്കാരാണ് അധികം ആളുകളും. ശരിയാണ്, സ്നാനം വേണ്ടാതെ ഒരു രക്ഷയുണ്ടെങ്കിൽ. കാരണം സ്നാനം എന്താ സിമ്പിൾ, ചുമ്മാ ഒരു ഡ്രസ്സ് ധരിച്ച് വെള്ളത്തിൽ നിന്ന് ഒരാൾ കൈവച്ച് പ്രാർത്ഥിച്ച് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. അത് വലിയ ആനുകൂല്യ കാര്യമൊന്നുമില്ല. നമ്മൾ അവരുടെ പണം പിടിച്ച് വരയ്ക്കുകയോ അല്ലെങ്കിൽ മീശ പിടിച്ച് പിടിക്കുകയോ തലമുടി കുത്തിന് പിടിച്ച് ഒഴിക്കുകയോ ഇടിപ്പിക്കുകയോ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ പണം വാങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് ഹാനികരമായ ഒന്നും നമ്മൾ ചെയ്യാത്തപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തോ വലിയൊരു അപരാധം ചെയ്യുന്നു എന്നുള്ളൊരു ഭീതി പിശാച് അവരുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സ്നാനത്തെ എല്ലാവരും ഇതുപോലെ നിഷേധിക്കുന്നത്? സ്നാനപ്പെടാൻ ഒരുങ്ങി വന്നവർ ഒരു വർഷക്കാലം വെയിറ്റ് ചെയ്ത ഒരാൾ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു അതേ സ്നാനപ്പെടാൻ. നീണ്ടുപോയി. പല കാരണങ്ങൾ അതിന് മുമ്പിൽ വന്നു. ഇപ്പൊ വേണ്ട, അല്ലെ പിന്നെ ആട്ടെ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു. ഞാൻ ചോദിച്ചു, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തെ ചെറുക്കുന്നത് ആരായിരിക്കും? അത് അത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മെ നടത്തിക്കൊണ്ടുപോകുന്ന ആത്മാവ് ഏതായിരിക്കണം? ആരുടെ ആത്മാവായിരിക്കും സ്നാനത്തെ നിഷേധിക്കുന്നത്? നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. അത് പിശാചിന്റെ ആത്മാവല്ല, അത് മറ്റാരുടെയും ആത്മാവല്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ദൈവവചനത്തിൽ സ്പഷ്ടമായി പറയപ്പെട്ട ഈ കാര്യങ്ങളെ നിഷേധിച്ച് പറയുന്നവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് കൂടെ നമ്മൾ നോക്കാൻ പോവാം. എന്റെ പ്രസംഗത്തിന്റെ വിഷയവും ഇത് തന്നെയാണ്. സ്നാനം അപ്പോസ്തലന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അറിയിച്ച സുവിശേഷവും പൗലോസ് അറിയിച്ച സുവിശേഷവും രണ്ട് തരം സുവിശേഷമാണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. രണ്ട് തരം സുവിശേഷമുണ്ടോ? എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നു ജാതികളുടെ അപ്പോസ്തലനാണ് താൻ എന്ന് പറയുന്നു? അതുകൊണ്ട് ജാതികളെക്ക് സ്നാനം വേണ്ട, യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർക്ക് വരുന്നവർക്ക് മാത്രം സ്നാനം മതി എന്ന് പഠിപ്പിക്കുന്ന ഗേറ്റ് മിനിസ്ട്രീസിന്റെ ഉപദേശം ശരിയാണോ തെറ്റാണോ? ഇത് പറയാനുള്ള കാര്യം, അദ്ദേഹം നാടൊട്ടുക്ക് സഭ സ്ഥാപിച്ചു പോവുകയാണ്. കാരണം ഉപദേശം ശരിയല്ലെങ്കിൽ അതിനകത്ത് കൂടാൻ ആളിഷ്ടം വരണം. ഇപ്പൊ സ്നാനം വേണ്ട, ആഭരണം ധരിക്കാം, പിന്നെ അത്യാവശ്യം ലോകത്തിലെ എല്ലാ ഒരു പട്ടത്ത സഭയിൽ പോകുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ ഒക്കെ ചെയ്യാം. ശിശു സ്നാനമോ അതുപോലെ ബലിയോ അല്ലെങ്കിൽ പെരുന്നാളോ ഉത്സവങ്ങളോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ഉന്നതന്മാരായ ആളുകൾ വന്നു പോകുന്ന കൂട്ടായ്മകളാണ് ഇന്ന് പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് തങ്കു, താരു, അതുപോലെ ഡാമിയൻ തുടങ്ങിയ ആളുകളുടെ കൂട്ടായ്മകൾ പെരുകി വരുന്നത്. ഉപദേശം എവിടെ ശക്തിയുള്ളതാണോ, എവിടെ ഉപദേശത്തിൽ മായം ചേർക്കുന്നില്ലയോ, അവിടെ ആള് കൂടുമോ കുറയുമോ? കുറയും. അവിടെ ആള് വരുന്നത് ചുരുക്കമായിരിക്കും. അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ദൈവത്തെ കണ്ടുവരുന്നവരായിരിക്കും. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുറിവാക്യമായി ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്.
പിന്നെ ഞാൻ സിറിയ, കിലീക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാര് പറയുന്നതാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഗലാത്യ സഭയോട് എഴുതി അറിയിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ പിന്നീട് എന്റെ കൺവേർഷന് ശേഷം ഞാൻ സിറിയ, കിലീക്കിയ ദിക്കുകളിലേക്ക് പോയി. എന്നാൽ യഹൂദിയയിലുള്ള സഭകൾ, ക്രിസ്തു സഭകൾക്ക് ഞാൻ ആരായിരുന്നു? എന്നെ അവർക്ക് ആർക്കും മുഖപരിചയമില്ല. എന്നാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്ത് മനസ്സിലായി? ഒരു കാലത്ത് നമ്മെ കൊല്ലാനും നാം സ്വീകരിച്ച വിശ്വാസത്തെ മുടിക്കാനും നടന്നവൻ ഇപ്പോൾ അതേ വിശ്വാസത്തെ പ്രസംഗിക്കുന്നു എന്ന് കേട്ട് എന്നെ ചൊല്ലി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന ഈ സഭ, ഗലേഷ്യൻ ചർച്ച് എന്ന് പറയുന്നത് ആരുടെ സഭയാ? ഇത് ജൂയിഷ് ചർച്ചാണോ ജെന്റൈൽ ചർച്ചാണോ? ജെന്റൈൽ ചർച്ചാണ്. അപ്പൊ ഈ ജെന്റൈൽ ചർച്ചിൽ ജാതികളിൽ നിന്ന് പൗലോസ് സ്ഥാപിച്ച സഭയാണ്. ഈ സഭയിലോട് പൗലോസ് പറയുകയാണ്, യഹൂദിയയിലുള്ള ക്രിസ്തു സഭകൾക്ക് എനിക്ക് മുഖപരിചയമില്ല. അവിടെ ഉണ്ടായിരുന്ന സഭകളെ, അവിടെയുള്ള ക്രിസ്തു സഭകളെ, ക്രിസ്തു മാർഗത്തെയും ആ വിശ്വാസത്തെ, അവിടെയുള്ള യേശുക്രിസ്തുവിലുള്ള രക്ഷയും യേശുക്രിസ്തുവിന്റെ മരണമടക്കം പുനരുദ്ധാനത്തിൽ പങ്കുപറ്റുന്ന സ്നാനത്തെയും തെറ്റാണെന്ന് പഠിപ്പിച്ച ഞാൻ തന്നെ അത് ശരിയാണെന്ന് പ്രസംഗിക്കുന്നു എന്ന് അവർ കേട്ട് എന്നെ ചൊല്ലി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ പൗലോസ് ഈ താൻ സ്ഥാപിച്ച ഗലേഷ്യൻ സഭയിൽ പൗലോസ് സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ afterwards I came into the regions of Syria and Cilicia and was unknown by face unto the churches of Judea which were in Christ. അപ്പോൾ അതിനെക്കുറിച്ച് പോൾ പറയുന്നത് റോമർ 16:17 വേഗത്തിൽ വായിക്കണം, നമുക്ക് സമയം കുറവാ. റോമർ 16 അധ്യായം 17 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെ 16:17 ആണോ? ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെയും സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, ആമേൻ, അവരുടെ വയറിനെയത്തെ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വലിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുന്ന, അവരുടെ ഉദരത്തിന് വേണ്ടി വേല ചെയ്യുന്ന ആളുകളാണ് ദൈവവചനത്തെ നിഷേധിക്കുന്നതും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ നിഷേധിക്കുന്നതും എന്ന് പോൾ ഇവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ ഗലാത്യ ലേഖനം 2:6 മുതൽ 10 വരെയുള്ള വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 2:6-10. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. ഒന്ന് നിർത്താം. ഇപ്പൊ പൗലോസ് ഗലാത്യ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ പറയാണ്, ഇനി അങ്ങനെ പശ്ചാത്തലം 6 പുറകോട്ട് പോയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് എത്ര പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. അപ്പം പൗലോസ് ജെന്റൈൽ സഭകളിൽ, ജാതീയ ദേശങ്ങളിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ആരോട് വിവരിച്ചു എന്നാ പറയുന്നത്? ഇവിടെ പ്രമാണികൾ എന്ന് പറയുന്ന ആരാ? ഏത് മതത്തിലെ പ്രമാണിമാരാ? യഹൂദ മത പ്രമാണിമാരോട് വിവരിച്ച കാര്യം അവൾ പറയുന്നത്.
അപ്പം അങ്ങനെ എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിശോധന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ആർക്ക്? യഹൂദന്മാർക്ക് വഴങ്ങിക്കൊടുത്തില്ല. അങ്ങനെ പ്രമാണികളായിരുന്നവർ അവരാരായിരുന്നാലും എനിക്കേതുമില്ല, ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. ഓക്കെ, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടുമില്ല. പിന്നെ എനിക്ക് ആരാ ഗ്രഹിപ്പിച്ചു തന്നത്? 1-ാമത്തെ അധ്യായം 1-ാം വാക്യം, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും എത്രേ. ഹല്ലേലൂയ, ആമേൻ. അടുത്ത വാക്യം അതിന്റെ 14, ഒരു മിനിറ്റ്, അവിടെയും പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യനാരുമല്ല എന്നുള്ളത്. എത്ര? അല്ല, 12-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ആമേൻ. അപ്പൊ ഞാൻ അറിയിച്ച സുവിശേഷം എന്ന് പോൾ പറയുന്ന സുവിശേഷത്തിൽ സ്നാനമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? റോമാലേഖനം 6-ാം അധ്യായം വായിച്ചു. റോമ സഭ യഹൂദ സഭയാണോ? അല്ല, അത് ടോട്ടലി പാഗൻ ചർച്ച, അതായത് പാഗൻ റിലീജിയനിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന ചർച്ച. കാരണം എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും ഏറ്റവും വലിയ എപ്പിക് സെന്റർ ആയിരുന്നു റോം. അവിടെ ആയിരുന്നു സൂര്യദേവനും പിന്നെ ഈ പറയുന്ന എല്ലാ ദേവീദേവ സങ്കല്പങ്ങളും ഉണ്ടായിരുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ ഉള്ളവരോട് പോൾ പറയും, 6-ാം അധ്യായം വായിച്ചു, ആകയാൽ നാം എന്തു പറയേണ്ടു. അപ്പൊ ഈ തോമസിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. കൃപയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താ? വിശ്വസിച്ചാൽ മാത്രം മതി. എന്ത് വിശ്വസിക്കണം? ക്രൂശിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അതോടുകൂടി ഞാൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഇതാണ് ഗ്രേസ് മിനിസ്ട്രി അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം. വേറെ ഒന്നും ചെയ്യണ്ട. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചതുകൊണ്ട് എന്റെ പാപങ്ങൾ എന്ത് ചെയ്തു? മോചിച്ചു. അതാണ് ഗ്രേസ് മിനിസ്ട്രി അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രി തുടങ്ങിയ കുറെ പേരുടെ പരിപാടി ഇതാണ്. അപ്പം ആ പൗലോസ് ഈ കൃപയുടെ സുവിശേഷത്തിന്റെ പ്രസംഗനാണോ? അതെ. പക്ഷെ കൃപയുടെ പ്രസംഗത്തിനകത്ത് കേവലം വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ റോമാലേഖനം വായിക്കാൻ പോകുന്നത്. വായിച്ചു, റോമർ 6-ന്റെ 1 മുതൽ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു എന്ന് ഞാൻ സമ്മതിക്കുമ്പോൾ ഞാൻ അവനോട് ഏറ്റുപറയാണ്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപം പോക്കണമേ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായി തീർന്നു? പാപസംബന്ധമായി മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ, ജഡത്തിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ തൊട്ടടുത്ത് നടക്കേണ്ട കർമ്മം എന്താണ്? അത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ കുഴികുത്തി മൂടുകയോ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണം, അല്ലേ? നമ്മൾ ലോകത്തിൽ കണ്ടുവരുന്ന കാര്യം അതാ, അല്ലേ? മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അവന്റെ ഉറ്റവരോ ഉടയവരോ അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം കുഴി കുത്തിയോ അല്ലെങ്കിൽ വിറകിൽ വെച്ചോ ഗ്യാസിൽ വെച്ചോ ദഹിപ്പിച്ച് കളയുന്നതാണ് ലോകത്തിലെ പാരമ്പര്യം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കിടന്ന് മണ്ണിൽ കിടന്ന് അട്ടുപൊഴുത്ത് അവിടെ കിടന്ന് പോവായിരിക്കും. അപ്പം എങ്ങനെയായാലും അത് എന്തായി തീരും? മണ്ണായി തീരും. അപ്പം ഇവിടെ ഒരു വ്യക്തി ജഡത്തിൽ മരിച്ചാൽ ആ വ്യക്തിയെ കുഴിച്ചിടണം. പക്ഷെ നമ്മൾ ജഡത്തിൽ മരിച്ചിട്ടില്ല. നമ്മളിലുള്ള പാപി മരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
കുഴിച്ചിടണം. എവിടെ കുഴിച്ചിടണം? വെള്ളത്തിൽ കുഴിച്ചിടണം. അപ്പൊ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി എന്താണ് അവന്റെ അവസ്ഥ? വിശ്വാസം നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് അവിടെ അവസ്ഥ എന്താണ്? അവൻ പാപസംബന്ധമായി മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ, പാപസംബന്ധമായി മരിച്ചിട്ട് അടക്കം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു വ്യക്തി മരിച്ചു, അടക്കിയില്ല, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞില്ല, എന്താ സംഭവിക്കും? പാപം നിലനിൽക്കല്ല, ഞാനൊരു മനുഷ്യൻ മരിക്കുന്ന കാര്യമാണ്. നാറ്റം വെക്കല്ലേ? അപ്പൊ അവന്റെ ഉറ്റവരും ഉടയവരും പോലും ഒരു സമയം കഴിയുമ്പോൾ അതിനടുത്തിരിക്കുവോ? ഇരിക്കത്തില്ല, ഇരിക്കാൻ പറ്റിയല്ല. കാരണം അതിന്റെ അത്തരം അഴുകിയ ജഡം കിടക്കുന്ന സ്ഥലത്ത് പോയി നിന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. കുടല് വെളിയിൽ വരും ഛർദിക്കിട്ട്. ഞാനൊക്കെ 2-3 ദിവസം ഇവിടെ ദേവരാജന് മറ്റേ നമ്മുടെ ചന്ദ്രൻ മരിച്ചിട്ട് ഞാൻ അത്ര അടുത്ത് പോലും പോയില്ല. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും അത്രമാത്രം നാറ്റമായി. അപ്പം അങ്ങനെ നാറ്റം വെക്കുന്നത് കൊണ്ടാണല്ലോ ഇതിനെ കുഴിച്ചിടുന്നത്. ഇല്ലെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും? അഴുകിയ ജഡങ്ങൾ ഒരു എൻവയൺമെന്റിൽ എന്തുണ്ടാക്കും? ഒരു പ്രകൃതിയിൽ അഴുകിയ ജഡങ്ങൾ എന്തുണ്ടാക്കും? എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? രോഗാണുക്കളെ പ്രസരിപ്പിക്കുമോ? പ്രസരിപ്പിക്കില്ലേ? പ്രസരിപ്പിക്കും. അപ്പോൾ അതിനെ മണ്ണിൽ അടക്കം ചെയ്യുന്നത് മണ്ണോട് മണ്ണായി അത് ചേരുമ്പോൾ പിന്നീട് ഒരാണ്ട് കഴിഞ്ഞ് കുഴിച്ചു നോക്കി അവിടെ കാണത്തില്ല. പക്ഷെ ആ മണ്ണിന് ഒന്നും വ്യത്യാസം ഉണ്ടാവത്തില്ല, അവിടെ പുഴുവൊന്നും കാണത്തില്ല, എല്ലാം അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം അതിനെ അഴുകി പോകുമ്പോൾ അത് സമൂഹത്തിനും സഭകൾക്കും ബാധ്യതയാകും. ഒരു പാപി പാപം ഏറ്റുപറഞ്ഞാലും അവൻ മരണപ്പെട്ട വ്യക്തിയാണ്. അവന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ആവശ്യമുണ്ട്? അടക്കം ആവശ്യമുണ്ട്. അപ്പൊ സ്നാനത്തെ കുറിച്ച് അടുത്ത വാക്യം വായിച്ചു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇനി പറയൂ, പൗലോസ് അപ്പോസ്തലൻ എവിടെയെങ്കിലും പറയുവോ സ്നാനമേൽക്കരുതെന്ന്, ഏൽക്കണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ടോ? മരിക്കുന്നത് വരെ പൗലോസ് പഠിപ്പിച്ചിട്ടില്ല അത്. ഇനി നമുക്ക് പൗലോസിന്റെ ചരിത്രം ഒന്ന് പഠിക്കാം. പൊതുവിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് 3 മിഷണറി യാത്രകളാണ്. എന്നാൽ 4മതൊരു മിഷണറി യാത്ര കൂടി ചെയ്തു. അതോടുകൂടി പോൾ മരിക്കുകയാണ്. പോൾ എവിടെയൊക്കെ സഞ്ചരിച്ചു? എത്ര രാഷ്ട്രങ്ങൾ? ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 10-24 രാജ്യങ്ങൾ പോൾ സഞ്ചരിച്ചു. ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട്, സ്പെയിനിലെല്ലാം പോൾ സഞ്ചരിച്ചു. അപ്പം പോൾ ഇത്രയും രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു. പോൾ ജനിക്കുന്നത് ചരിത്രകാരന്മാർ പറയുന്ന BCE 4-ലാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ജനിച്ച വർഷം പോൾ ജനിച്ചു. പോൾ കൺവേർട്ട് ചെയ്യുന്നു AD 33. യേശു മരിക്കുന്നു AD 30. എന്നാൽ 33 വയസ്സിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ച് വ്യക്തമായ കണക്കില്ല, എങ്കിലും യേശു ഏതാണ്ട് 28-ലോ ആയിരിക്കും മരിക്കുന്നത്. BC 4-ലും 5-ലും ഇടയ്ക്കാണ് ജനിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 33 വയസ്സ് കൂട്ടുമ്പോൾ 28-ൽ AD 28-ൽ യേശു മരിച്ചു. AD 23-ൽ പോൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. 23-ന് മുമ്പ് 1-2 വർഷങ്ങൾ പോൾ ഈ മാർഗത്തെ ഉപദ്രവിച്ച് കൊല്ലാൻ നടക്കുന്നു. ആ സമയം പോൾ ഗമാലിയലിന്റെ കോളേജിൽ നിന്ന് തിയോളജി പാസ്സായി യഹൂദന്മാരെ പ്രസാദിപ്പിക്കേണ്ടതിനും ക്രിസ്ത്യാനിറ്റിയെ ഉപദ്രവിക്കേണ്ടതിനും എല്ലാ തരത്തിലുള്ള അധികാരവും കൈവശമാക്കിക്കൊണ്ട് നടക്കുന്ന സമയം. അങ്ങനെയുള്ള പോൾ AD 33-ൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം AD 64-ൽ മരിക്കുന്നു. അപ്പം 37 മുതൽ 64 വരെയും എത്ര വർഷമുണ്ട്? 37 3 40 24 3 27 വർഷങ്ങൾ പോൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ഈ 27 വർഷങ്ങളിൽ 2 വർഷം വീതമായി 2 പ്രാവശ്യം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് റോമിൽ പോൾ തിമോത്തിക്കും തീത്തോസിനും കത്തുകൾ എഴുതി. പ്രൈസ് ദി ലോർഡ്. ഇത്രയും രാജ്യങ്ങൾ പോൾ സുവിശേഷം സംബന്ധിച്ച് യാത്ര ചെയ്തു. പോൾ പറയുകയാണ്, ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോൾ ആരെയൊക്കെ സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 12-18.
1 Corinthians chapter 1 12 മുതൽ 18 വരെ. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോൽ. അപ്പം കൊറീന്തിലെ സഭയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ പറയണേ ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരൻ എന്ന് ഞാൻ അതാരായിരിക്കും പറയുന്നത്? യഹൂദന്മാരിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങൾ ആരാണ്? അപ്പൊല്ലോസും ഈ പറഞ്ഞ പത്രോസൊക്കെ ആരാണ്? യഹൂദനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിങ്ങനെ പറയുമ്പോൾ പോൾ അവരെ കുറിച്ച് എന്നാ പറയുന്നത്? നിങ്ങൾ പറയുന്ന പോലെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്തു യഹൂദന്റെയും യവനന്റെയും സമരിയന്റെയും ജാതിന്റെയും എന്നുള്ള പേരിൽ കഷണങ്ങളാക്കി വിഭാഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ക്രിസ്തു എല്ലാവർക്കും ഒരുപോലെ. വായിച്ചു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റിട്ടുണ്ടോ? എന്റെ ആൾക്കാരെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? ഞാൻ എന്റെ പേരിൽ നിങ്ങൾ സ്നാനം കഴിച്ചിട്ടുണ്ടോ? പോൾ ഭയങ്കര തീവ്രവാദിയായിരുന്നു. വല്ല അന്യായം കാണിച്ച മുഖത്ത് നോക്കാതെ പറയായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? ആരോട് പറഞ്ഞിട്ടുണ്ട്? സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുത്തവരോട് പറയാണ് നീ ചെയ്യുന്നത് വിഹിതമല്ല എന്ന് പറയും. അങ്ങനെ സുവിശേഷം പറയേണ്ടവർ. ആമേൻ. ഓക്കെ, വായിച്ചു. ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ എന്താ പൗലോസ് അങ്ങനെ പറയാൻ കാര്യം? എന്റെ അർത്ഥം പൗലോസ് ഇവിടെ പറയാണ്, പൗലോസ് ആരെയും സ്നാനം കഴിപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പൗൾ പറയാണ് ഞാൻ ഈ രണ്ടുപേരെ സ്നാനം കഴിപ്പിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്റെ പേരിൽ നിങ്ങൾ മേനി നടിക്കാതിരിക്കേണ്ടതിന് ഇനി ഒരുപാട് പേരെ കഴിച്ചതിന്റെ കാര്യം എനിക്ക് പറയാനില്ല എന്ന് വെച്ച് പൗലോസ്, ഞാൻ ചോദിക്കട്ടെ, ഒന്ന് സിമ്പിൾ ലോജിക്കായിട്ട് എടുത്ത് നോക്ക്. ഇപ്പൊ പൗലോസ് സ്നാനം കഴിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു, രണ്ടുപേരെ കഴിപ്പിച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം പൗലോസ് പിന്നെ സ്നാനം കഴിപ്പിക്കേണ്ടെന്നോ കഴിപ്പിച്ചില്ലെന്നാണോ? അല്ല. എന്തുകൊണ്ടാ പൗലോസ് പറഞ്ഞ സ്നാനം കഴിപ്പിപ്പാനല്ല? വായിച്ചു അടുത്തത്. എന്നിട്ട് പറയാം സ്റ്റെഫാനോസിന്റെ ഭവനക്കാർ. അപ്പൊ ഒരു 4-5 പേരോടെ കൂട്ടിക്കും കഴിപ്പിച്ചു. അല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. ഓക്കെ, സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ എത്രേ ക്രിസ്തു എന്നെ അയച്ചത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സ്നാനം കഴിപ്പിക്കാൻ അല്ലെന്നാണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു 27 വർഷം, 4 വർഷം തടവറയിൽ, 23 വർഷങ്ങൾ ഏഷ്യയിലെയും യൂറോപ്പിലെയും അനവധി രാഷ്ട്രങ്ങൾ. എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഫ്ലൈറ്റ് എടുത്ത് പോവാണോ ചെയ്തേ? അല്ല, പലപ്പോഴും കടലിൽ, അല്ലെ, കാട്ടിൽ. അപ്പം ജീവിതത്തിൽ അനവധി യാത്രകൾ, കല്ലിലും മുള്ളിലും പാമ്പും അതുപോലെ ഹിംസമൃഗങ്ങളുമുള്ള വനാന്തരങ്ങളിലൂടെ, കടലിലൂടെ, ഒരു തകർന്ന കപ്പലിലൂടെ, അങ്ങനെ ആയിരക്കണക്കിന് സന്ദർഭങ്ങളിലൂടെ ഈ 23 വർഷങ്ങൾ താൻ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോയിടത്തെല്ലാം വിശ്വസിച്ചവരെ ആര് കഴിപ്പിച്ചു സ്നാനം? ആരായിരുന്നു പൗലോസിന്റെ ശിഷ്യന്മാർ? നമുക്ക് അതൊന്ന് പഠിക്കാം. എത്ര പേരുണ്ടായിരുന്നു? എത്ര പേരുണ്ടെന്ന് പോട്ടോ? ബർണബാസ്, ലൂക്ക്, അരിസ്താർക്കസ്, ഒനേസിമസ്, എറാസ്തസ്, ഫിലമോൻ, സീലാസ്, ദമാരിസ്, സൊസ്തേനസ്, ഡയോണീസിയസ്, ത്രോഫിമസ്, തിക്കിക്കൂസ്, തിമോത്തി, തിയോഫിലസ്, ടൈറ്റസ്, പ്രിസില്ല, അക്വില്ല, ജോൺ മാർക്ക്, സൊഫേറ്റർ, എപ്പഫ്രാസ്, ഗായുസ്, ലിദിയ, ജാസൻ, ഗമാലിയൽ, അനനിയാസ് ഓഫ് ദമാസ്കസ്. ഇത്രയും ശിഷ്യന്മാരുണ്ടായിരുന്നു പൗലോസിന്. അപ്പൊ സ്വാഭാവികമായിട്ടും പൗലോസ് അവിടെ കൺവേർട്ട് ചെയ്തിട്ട് അവരെ സ്നാനം കഴിപ്പിച്ചിട്ട് നിൽക്കുകയാണോ ചെയ്യുന്നത്? അവരെ ബഹുദൂരം പോകാനുണ്ട്. വിളിച്ചേക്കുന്നത് സഭകൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പോകുന്ന ശിഷ്യന്മാരൊക്കെ സ്നാനം കഴിപ്പിക്കും. പിന്നീട് അവരുടെ ശിഷ്യന്മാർ അവിടുത്തെ സഭയില് ഇവിടെ എല്ലാം സഭ സ്ഥാപിച്ചോ?
ഈ പറഞ്ഞ എല്ലാ തുയാത്തൂരയിലും തെസലോനിക്കയിലും ഇവിടെ പറയുന്ന എഫെസോസിലും ഈ പറയുന്ന പെർഗമോസിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. സഭ സ്ഥാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം ആരുണ്ട്? സഭയ്ക്ക് സഭ നടത്താൻ ആരുണ്ട്? അവിടെ ഇടയന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. അല്ലാതെ പൗലോസ് സ്നാനം എണ്ണത്തിൽ കുറച്ച് കഴിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പൗലോസ് സ്നാനത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന വാക്യമുണ്ടെങ്കിൽ നമ്മൾ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരിക. അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടിയാണ് അവനോടുകൂടെ സ്നാനമേറ്റിരിക്കുന്നത്. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ കുറെ പേരുടെ ജഡം ഇങ്ങനെ ആക്കി വെച്ചിട്ട് വല്ല വഴിക്കും പോകാനുള്ളതല്ലായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? പൗലോസ് സ്നാനം കഴിപ്പിച്ചില്ലെങ്കിലും സ്നാനം അവിടെ ഇഷ്ടം പോലെ നടന്നോ? പൗലോസ് പോയ ഈ ഏഷ്യ മൈനറിലെ സഭകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പൗലോസ് സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാം ഗ്രാമാന്തരങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ആയിരങ്ങളിൽ നിന്ന് പതിനായിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് ക്രിസ്ത്യാനിറ്റി വളർന്നപ്പോൾ അവിടെയെല്ലാം പോൾ പ്രസംഗിച്ച സുവിശേഷ പ്രകാരം അവിടെ കൂടിയിരുന്ന ജനങ്ങൾ സ്നാനമേറ്റാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്നത്. ഇതിനെ നിഷേധിക്കാൻ ഒരു തോമസിനും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്തു, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കണം. അതുകൊണ്ട് വിശ്വാസം മാത്രം മതി, സ്നാനം വേണ്ട എന്ന് പഠിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. എളുപ്പമല്ലേ? സ്നാനം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവനെന്താ, ഈ കുപ്പി കിടക്കുന്നവനെ ആ കുപ്പി കൊണ്ട് ചാടിക്കുക. അല്ലെങ്കിൽ ഈ അഗ്ലിനെസ്സിൽ, ഈ വൃത്തികെട്ട കൂട്ടായ്മയിൽ നിന്ന് കുറച്ചുകൂടി നല്ല പോളിഷ് ആയിട്ടുള്ള ആളുകൾ, നല്ല മെഴ്സിഡീസ് ബെൻസ് ഒക്കെ ആയിട്ട് വരുന്നവരുടെ കൂട്ടായ്മയിലേക്ക് വരിക. അവിടെ വളരെ മിടുക്കനായ ഒരാൾ പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ചിട്ട് നല്ല പ്രസംഗം പ്രസംഗിക്കുന്നു. ഈ കൂട്ടിക്കിടന്നാലും ആ കൂട്ടിക്കിടന്നാലും മറ്റേ കൂട്ടിക്കിടന്നാലും ന്യായവിധിയുടെ സിംഹാസനത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലന്മാർ അറിയിക്കാത്ത സുവിശേഷം അറിയിക്കുന്ന എല്ലാവരും ശപിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രധാനമായും 26 ശിഷ്യന്മാരുണ്ടായിരുന്നു പൗലോസിന്റെ ജീവിതകാലത്ത്. പിന്നീട് ശിഷ്യന്മാരുടെ എണ്ണം കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? കൂടും, അല്ലെ? അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുണ്ടായി. 3-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ശിഷ്യന്മാരുടെ ഗണം തന്നെ വർദ്ധിച്ചു വരികി. അവരെല്ലാവരും സുവിശേഷം അറിയിച്ചത് പത്രോസ് അറിയിച്ചതിന് ശേഷം ഉള്ള സുവിശേഷമാണോ? നമുക്ക് വായിക്കാം. നമ്മള് വായിച്ച ഗലാത്യ സഭയെ കുറിച്ച് വായിച്ചു നിർത്തിയായിരുന്നു. നേരെ മറിച്ച് പരിച്ഛേദനയുടെ ഗലാത്യ 2:6-10 വേഗം വായിക്കാം, സമയക്കുറവാണ്. നമ്മളിതെല്ലാം പഠിച്ചിരിക്കാൻ വേണ്ടിയാ ഞാനിത് ഈ വിഷയം എടുത്തത്. ഗലാത്യ 2:6-10 വേഗം വായിച്ചു. അല്ല, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി. പ്രമാണിയിലേക്ക് ഒന്ന് ഗ്രഹിപ്പിച്ചൊന്നില്ല, നമ്മൾ വായിച്ചല്ലോ. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം പരിച്ഛേദനയുടെ അപ്പോസ്തലത്തെ കുറിച്ച് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? പരിച്ഛേദനക്കാർക്ക് അവർ ചെയ്യുന്ന സ്നാനം യോഹന്നാന്റെ സ്നാനമാണ്. അതിന്റെ എക്സ്റ്റൻഷനാണ് പത്രോസ് യെരുശലേമിൽ പ്രസംഗിച്ചത്. മനസ്സിലാകുന്നത്? തോമസിന്റെ സുവിശേഷമാണിത്. അപ്പം baptism in the name of Lord Jesus Christ was preached by Peter was an extension of the baptism preached by Baptist John. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ യഹൂദന്മാർക്കുള്ള ഒരു എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് യഹൂദന്മാർക്ക് മതി എന്ന് പറഞ്ഞു. ഇവിടെ പൗലോസ് എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞതാരാ? ഗലാത്യ സഭയിൽ പൗലോസ് പറയാണ്, അവരുടെ ഇടയിൽ വ്യാപരിച്ച അതേ ഒരുവൻ തന്നെയാണ്, പരിച്ഛേദനക്കാരുടെ ഇടയിൽ വ്യാപരിച്ച അതേ ഒരുവൻ തന്നെ, അതേ ആത്മാവ് തന്നെയാണ് എനിക്ക് അഗ്രചർമ്മക്കാരുടെ സുവിശേഷ ഘോഷണം എന്നെ പറമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം പത്രോസും പൗലോസും യാക്കോബും യോഹന്നാനും എല്ലാവരിലും ഇരുന്നത് ആരുടെ ആത്മാവാണ്? ക്രിസ്തുവിന്റെ ആത്മാവാണ്. വായിച്ചു. സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു. ആര് പരമേൽപ്പിച്ചു? വ്യക്തമായിട്ടല്ലേ അവിടെ പറഞ്ഞേക്കുന്നേ? പരിച്ഛേദനക്കാരുടെ ഇടയിൽ പത്രോസിന് എന്ന പോലെ ജാതികളുടെ ഇടയിൽ എന്നിലും വ്യാപരിച്ചിരുന്ന അറിയിച്ച സുവിശേഷം രണ്ടും ഒരു സുവിശേഷമാണ്, അല്ലേ? എന്നിട്ട് എന്ന്
സുവിശേഷ ഘോഷണം ഭാരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. എന്തിന്റെ തൂൺ? എന്തിന്റെ തൂണാ? ദൈവസഭയുടെ തൂൺ. സുവിശേഷം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നതാണ്. നമുക്കറിയാം പഴയ നിയമ പിതാക്കന്മാരുടെ പില്ലേഴ്സ് എന്ന് പറയുന്ന ആരാണ്? പേട്രിയാർക്സ് ഓഫ് ഇസ്രായേൽ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്. യാക്കോബിന്റെ ഒരു ഗോത്രത്തിൽ നിന്ന് യോസഫാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ദൈവസഭയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പൗലോസ്, ഈ 4 പേരും ചേർന്നാണ് ദൈവസഭ ഉള്ളത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി സഭ. അപ്പൊ ഇവിടെ മൂലക്കല്ലായി പണിയപ്പെട്ടതിൽ ഒരു സഭയുടെ ഒരു ഭാഗം ജാതികൾക്ക് ഒരു പ്രത്യേക ഡോക്ട്രിൻ, യഹൂദന്മാർക്ക് മറ്റൊരു ഡോക്ട്രിൻ. അങ്ങനെയാണോ? അല്ല. വായിച്ചു, തുടർന്ന് വായിച്ചു. അപ്പൊ ഇവര് തൂണുകൾ ആരായിരുന്നു? പില്ലേഴ്സ് ഓഫ് ദ ചർച്ച് വേർ പീറ്റർ, ജേക്കബ് ആൻഡ് ജോൺ. വായിച്ചു. ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിശീലനക്കാരുടെ ഇടയിലും സുവിശേഷം. ആരാണ് ഞങ്ങൾ? ഞാനും ബർന്നബാസും. താഴെ വായിക്കുന്നുണ്ട്. അപ്പം അവർ യഹൂദന്മാരുടെ ഇടയിലും ഞങ്ങൾ ജാതികളുടെ ഇടയിലും എന്ത് ചെയ്തു? സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം. അപ്പൊ ഇവിടെ പറഞ്ഞ പത്രോസ്, അപ്പൊ സുവിശേഷം, പൗലോസിന്റെ സുവിശേഷത്തില് ബാപ്റ്റിസം വേണ്ടെന്നുണ്ടെങ്കിൽ പത്രോസിന്റെ ഇതിലും വേണ്ട. കാരണം രണ്ടുപേരും അറിയിക്കുന്നത് എന്താണ്? ഒരു സുവിശേഷം അല്ലേ? നമ്മൾ ബൈബിൾ കൃത്യമായിട്ട് തിരിച്ചും മറിച്ചും പഠിക്കണ്ടേ? പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ്ടേ അല്ലേ? എന്ത് കണ്ടു? അപ്പൊ നീ എന്താ കണ്ടത്? നീ കണ്ടപ്പോ എവിടെയായിരുന്നു? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ നമ്മൾ ബൈബിൾ അങ്ങോട്ട് കൃത്യമായിട്ട് ചോദിക്കണം നമ്മൾ. അപ്പം ഇവിടെ പറയണം ഇടയിലും സുവിശേഷം രണ്ടുപേരും അറിയിക്കുക. കൃത്യമായിട്ട് പോൾ പറയാണ്, എനിക്കും ബർന്നബാസിനും അറിയിക്കാൻ കിട്ടിയ സുവിശേഷം തന്നെ അവരെവിടെ അറിയിച്ചു? അവർ യഹൂദന്മാരുടെ അടുത്ത് അറിയിച്ചു. അവരുടെ അടുത്ത് സ്നാനമുണ്ട് എന്ന് തോമസ് സമ്മതിക്കുന്നുണ്ട്. അവരറിയിക്കുന്ന, ഞാൻ അറിയിക്കുന്ന സുവിശേഷം ഒന്ന് തന്നെയാ, ഏൽപ്പിച്ചത് ഒരാളാ. അവരറിയിക്കുന്ന സുവിശേഷത്തിൽ സ്നാനമുണ്ട്, ഞാൻ അറിയിക്കുന്ന സുവിശേഷത്തിൽ സ്നാനമില്ല എന്ന് പൗലോസ് അല്ല പറയുന്നത്, ഗേറ്റ് മിനിസ്ട്രിയിലെ തോമസും നദീഷ് ചെറിയാൻ പോലുള്ള ആളുകളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ അന്ത്യകാലത്ത് ഒരുപാട് ആളുകൾ എഴുന്നേക്കും. ഒരുപാട് പേരെ പട്ടത്ത സഭകളിൽ നിന്നും അല്ലെങ്കിൽ പെന്തക്കോസ്ത സഭകളിൽ നിന്നും വാരിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവര് ഇപ്പൊ എളുപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അടുത്ത വാക്യം വായിച്ചു. സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസിനും അപ്പോസ്തലനായ പത്രോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചപ്പോഴും ഇവർക്ക് രണ്ടുപേർക്ക് ലഭിച്ച ഒരു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിന്റെ അതോറിറ്റിയായി ദൈവം സ്വർഗരാജ്യത്തിന് താക്കോലുകൾ കൊടുത്തവൻ ആരാ? പത്രോസ് പറയാണ്. പത്രോസ് പറയാണ് കൂട്ടായ്മയുടെ വലങ്കരം തന്നു, ഫെലോഷിപ്പിന്റെ ഐക്യത്തിന്റെ കരം തന്നു. പത്രോസ് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് പൗലോസ് ഒരു സുവിശേഷം അറിയിച്ചാൽ പത്രോസ് കൂട്ടായ്മയുടെ വലങ്കര കൊടുക്കോ? ഇല്ല. അപ്പം പിന്നെ ഒരു കാര്യം മാത്രം ഉപദേശിച്ചു, നീ സ്നാനമൊന്നും നടത്തണമെന്നല്ല പറഞ്ഞത്. എന്തോർക്കണം? ദരിദ്രന്മാരെ ഓർത്തു കൊള്ളണം മാത്രം പറഞ്ഞു അല്ലേ? എങ്ങനെയാ പറഞ്ഞേ? ഒറ്റ കാര്യമുള്ളൂ പത്രോസിന് പൗലോസിനോട് പറയാനുള്ളത്. വേറെ കാര്യത്തിലൊന്നും അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടുപേരിലും വ്യാപരിക്കുന്ന ഒരാത്മാവ്, രണ്ടുപേരെയും അയച്ചത് ഒരേ ഒരു ദൈവം, ആ രണ്ടുപേരും പ്രസംഗിക്കുന്ന ഒരേ ഒരു സുവിശേഷം, രണ്ടുപേരും സ്നാനം കഴിപ്പിക്കുന്നു. എഫേസൂസിലെ സഭയിൽ പൗലോസ് ചെന്നിട്ട് അവിടെ യോഹന്നാന്റെ സ്നാനമേറ്റവരെ കർത്താവായ യേശുവിനെ സ്നാനം കഴിപ്പിച്ചു പൗലോസ്. ഉണ്ടോ ബൈബിളിൽ? പിന്നെ എങ്ങനെയാണ് തോമസിന് ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയുന്നത്? അപ്പം ഒരു പുതിയ ഉപദേശം സ്ഥാപിക്കുക, ആളുകളെ അതിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്ത് ഞാൻ വിടുന്നതിന്റെ കാര്യം അദ്ദേഹത്തിന് ലിങ്ക് അയച്ചു കൊടുക്കാനുള്ള. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ, ദരിദ്രരെ ഓർത്തുകൊള്ളണം. അപ്പൊ എന്ത് പറഞ്ഞു എന്ന് മാത്രം അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ബട്ട് ഓഫ് ദീസ് ടു ബി സംവാട്ട് whatsoever they were, it make me no matter to me. God accepteth no man's person, for they who seem to be somewhat in conference added nothing to me. Okay, ഞാൻ വേഗത്തിൽ കടന്നു പോവുക. ഇനി ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യം വായിക്കാം.
ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ഇല്ല 27 മുതൽ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. ഇതാരാ പറയുന്നത്? പൗലോസ് അല്ലേ? ഗലാത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്ന ആരോട് ചേരാനാ? റോമാലേഖനത്തിലും പൗലോസ് തന്നെ പറഞ്ഞില്ല, യേശുക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശുക്രിസ്തു അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു അല്ലേ? അപ്പൊ ഈ പൗലോസ് എന്നെങ്കിലും പൗലോസിന്റെ ബൈബിൾ നമ്മൾ പഠിക്കുന്നിടത്ത് എവിടെങ്കിലും പൗലോസ് സ്നാനം വേണ്ടെന്ന് പറയുന്നുണ്ടോ? താൻ കഴിപ്പിച്ച ആളുകളുടെ പേരും പോലെ പറഞ്ഞു. ബാക്കി ആരെങ്കിലും കഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാനും ഓർക്കുന്നില്ല. കാരണം എന്താണ്? കാരണം എന്താ? തിരക്കാണ്. ഇരിക്കാൻ നേരമുണ്ടോ? വിനോദിക്കാൻ നേരമുണ്ടോ? ഇല്ല. എന്താ ഉദ്ദേശം? വല്ല വിധേനയും ഒരാളെ കൂടെയെങ്കിലും എന്ത് ചെയ്യണം? ക്രിസ്തുവിനായി നേടണം. അതുകൊണ്ട് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കും, പല്ല് തേക്കും, ഷേവ് ചെയ്ത് വൃത്തിയാവും, നല്ല വസ്ത്രം ധരിക്കും, അതുപോലെ നമ്മൾ ഒരുങ്ങിയൊക്കെ ശുശ്രൂഷയ്ക്ക് വരും. കാരണം നമുക്ക് ഇത് കഴിയുമ്പോൾ പിന്നെ ഫ്രീ ടൈം ഉണ്ട്. നമുക്ക് ഷേവ് ചെയ്യണം. പൗലോസിന് ഷേവ് ചെയ്യണോ? വേണ്ട. കാരണം ഇമേജ് കോൺഷ്യസ് ഇല്ല ഇവർക്കാർക്കും അല്ലേ? നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ പാസ്റ്ററെ ആളുകൾ ശ്രദ്ധിക്കണം. പാസ്റ്റർ മെലിഞ്ഞാണോ ഇരിക്കുന്നത്? പാസ്റ്റർ സുന്ദരനായോ ഇരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയല്ലേ, പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കുറച്ച് മെലിഞ്ഞു എന്നൊക്കെ പറയും. സത്യത്തിൽ ഇതൊക്കെ ചിന്തിക്കാനും പോളിന് നേരമുണ്ടോ? താടി ഇങ്ങനെ നീണ്ടു പോകും അല്ലേ? മുടി നീണ്ടു പോകും. അത് കത്തിരിക്കാനും ബാർബർ ഷോപ്പിൽ പോകാനൊന്നും നേരമില്ല. ഉടുപ്പ് മാറി ഉടുക്കാനും അതുകൊണ്ട് അലക്കി തേച്ച് നല്ല വടി പോലെ തേച്ച് പശമുക്കി ഇടാനൊന്നും അവർക്ക് നേരമില്ല. അവർക്ക് ആകെപ്പാടെ ഉള്ള കാര്യം എന്താണ്? ഒരു നിമിഷം കൂടി കിട്ടിയാൽ ആ നിമിഷം കൂടി കർത്താവിന് വേണ്ടി മരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇരുന്നപ്പോൾ മറ്റൊന്നും കുരിശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിലിരുന്നു. കടം വീട്ടണോ, പിള്ളേരെ സ്കൂളിൽ ചേർക്കണോ, മോൾക്ക് വിദേശത്തിലെ ഇന്റർവ്യൂവിന് വിടണോ, അവളുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ യൂണിവേഴ്സിറ്റി പോകണോ, അരി മേടിക്കാൻ പോകണോ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ പോകണോ, മണ്ണെണ്ണ മേടിക്കണോ, ഇതൊന്നും വിചാരിക്കാൻ നേരമില്ല. വല്ലവരും വല്ലതും തന്നാൽ കഴിക്കും. യാത്രയാണ്. വല്ല വിധേനയും ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവാൻ ഞാൻ പ്രസവവേദന എടുക്കുന്നു. അങ്ങനെ ഒരുവനെ ചിത്രീകരിക്കുകയാണ് സ്നാനം വേണ്ടാത്തവന്റെ ആളായിട്ട്. സഹിക്കാൻ പറ്റില്ല എന്നെ പോലെ ഒരാൾക്ക്. അത് എത്ര വലിയ തോമസ് ആയാലും ഞാൻ നേർക്ക് നേർന്ന് വെല്ലുവിളിക്കും. ഞാൻ അംഗീകരിക്കാൻ കഴിയില്ല. നല്ല കാറിൽ, മുന്തിയ കാറിൽ സഞ്ചരിച്ച് 2 നിലയുള്ള AC വെച്ച വീട്ടിൽ ഒരുങ്ങി നല്ല എയർ കണ്ടീഷൻഡ് ഹാളിൽ ഇരുന്ന് നല്ല സംവിധാനങ്ങൾ, ആധുനിക മോഡേൺ ടെക്നോളജി വെച്ച് പ്രസംഗിക്കാൻ പൗലോസിനെ അറിയാൻ കഴിയില്ല. പൗലോസ് അറിയണമെങ്കിൽ പൗലോസ് കടന്നുപോയ വഴിയിലൂടെ കടക്കാനുള്ള ധ്യാനം നടത്തണം. ഉപദേശങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അടുത്ത വായിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അല്ലാത്തവനൊക്കെ ഈ മരിച്ചിരിക്കുന്ന ശവമാണ്. സ്നാനമേക്കാത്തവനൊക്കെ വിശ്വാസം പറഞ്ഞ് ശവമായിട്ടിരിക്കുക. ശവമായിട്ടിരുന്നവൻ നാറും. അപ്പം ധരിച്ചിരിക്കുന്നു. ഇനി അടുത്ത വാക്യം വായിച്ചു. അപ്പൊ വളരെ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അതിൽ യഹൂദനും യവനനെന്നും ഏതില്ല. സ്നാനമേറ്റവരിൽ യഹൂദനെന്നും യവനനെന്നും ദാസനെന്നും സ്വതന്ത്രനെന്നും ഇല്ല. എന്ന് വെച്ചാൽ ശമരീക്കാരനെന്നും ജാതിയനെന്നും യഹൂദനെന്നും യവനനെന്നും അതിനകത്ത് വ്യത്യാസമില്ല. വായിച്ചോ. ആണും പെണ്ണുമെന്നുമില്ല, സ്വതന്ത്രനും ദാസനുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അപ്പൊ സഭ, ജെറുസലേമിൽ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങിയ സഭയുടെ അതേ അപ്പസ്തോലത്വമാണ് ആര് വഹിച്ചത്? ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആൾ പൗലോസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ടുപേരും ശേഷം യോഹന്നാനും യാക്കോബും ഈ 4 തൂണുകളിലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ തൂണുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭ കാഹളം ധ്വനിക്കുന്നിടം വരെയും സ്നാനം കഴിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റെടുത്ത് സ്നാനപ്പെടാൻ ഒരുവൻ വെള്ളത്തിൽ സ്നാനപ്പെടാൻ കഴിയും. മുന്നോട്ട് വരുന്ന കാലം വരെയും അതുണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന മൂഢനായ തോമസേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ മൂഢനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വായിച്ചു. ക്രിസ്തുവിൽ അടുത്ത വാക്യം വായിച്ചു. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ
നിങ്ങൾ അപ്പോസ്തല പിതാക്കന്മാരുടെ 4 നെടുന്തൂണുകൾ പോലെ തന്നെ വാഗ്ദത്തം ലഭിച്ച അബ്രഹാം, ഇസ്രായേലിലെ വാഗ്ദത്തം ലഭിച്ച അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് തുടങ്ങിയ പേട്രിയാർക്കും നിങ്ങളും തമ്മിൽ ദൈവരാജ്യത്തിൽ ഒന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിന്റെ വചനം കേട്ടിറങ്ങി ദൈവത്തെ അനുസരിച്ചതുപോലെ ദൈവവചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം വചനം അനുസരിക്കാത്ത ആളുകൾക്ക് ഒരു ഉപദേശം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബൈബിളിൽ നിന്ന് ഉപദേശം ഉണ്ടാക്കണേ കോടി ഉപദേശം ഉണ്ടാക്കാം. എന്തുമാത്രം സഭകളുണ്ട്. എല്ലാവരും ഉപദേശം ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യത്യാസമാണ്. എന്നാൽ നമ്മൾ, ഞാൻ പറയാണ്, ഇന്ന് വരെ ഈ നിമിഷം വരെ നമുക്ക് പറയാൻ കഴിയും നമ്മൾ ഇതിൽ നിന്നൊന്നും മാറ്റിയിട്ടില്ല. മാറ്റരുതെന്നാണ് ആഗ്രഹം. പിശാച് പിടിച്ചൊരിക്കലും മാറ്റരുതെന്നാണ് എന്റെ ആഗ്രഹം. മരിക്കുന്നതിനും വരെയും ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പഠിപ്പിക്കുക, സ്നാനം വേണ്ട, വിശ്വാസം മതി. എത്ര വിദഗ്ധമായിട്ടാണ് അവർ കബളിപ്പിക്കുന്നത്. ബൈബിൾ ഇത് വാക്കിയെടുത്തുകൊണ്ടെന്നില്ല പറയുന്നത്. കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് സമാധാനം ഉണ്ടെന്ന് പോൾ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? എന്ന് വെച്ച് സ്നാനം വേണ്ടെന്ന് പോൾ പറഞ്ഞിട്ടുണ്ടോ? അതേ പോളല്ലേ റോമിൽ വന്നിട്ട് പറയുന്നേ. റോമർക്കാർ എഴുതിയ സഭയിലാ പറയാം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു സമാധാനമുണ്ട്. അതുകൊണ്ട് വിശ്വാസം മൂലം കൃപയാലത്തെ നാം രക്ഷിക്കപ്പെടുന്നത്, അതുകൊണ്ട് കൃപ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ? അപ്പൊ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഉടനെ ചെയ്യേണ്ടത് എന്താണ്? സ്നാനപ്പെടണം. കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞേ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനെല്ലാം രക്ഷിക്കപ്പെടും. യേശുവിന്റെ കൽപ്പനയല്ലേ സ്നാനം? മത്തായി 20:19 യേശുവിന്റെ കൽപ്പനയല്ലേ? അത് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിനെ കഴിപ്പിച്ചുവെങ്കിലും യേശു കൽപ്പിച്ച സ്നാനം ദൈവത്തിന്റെ ആലോചന എന്ന് ലൂക്ക 7:29-28 പറയാണ്. ലൂക്ക 7:29 പറയാണ്, അങ്ങനെ ദൈവത്തിന്റെ, വായിച്ചു, എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വ്രതാവാക്കി കളഞ്ഞു. അപ്പൊ സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ എന്താണ്? മനുഷ്യരെ കുറിച്ചുള്ള ആലോചന. ഇറ്റ്സ് എ കൗൺസിൽ ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ബാപ്റ്റിസം ഈസ് എ കൗൺസിൽ ഓഫ് ഗോഡ്. എല്ലാ മനുഷ്യരും ഏൽക്കണം. അത് ന്യായപ്രമാണത്തിലുള്ളവർക്ക്. യോഹന്നാന്റെ സ്നാനമായിരുന്നെങ്കിൽ കൃപായുഗത്തിൽ നമ്മുടെ പാപസംബന്ധമായ മരിക്കുന്നത് നാം യേശുവിനോട് ചേരുവാൻ. യേശുവിനോട് ചേരുവാൻ അവന്റെ മരണത്തിൽ പങ്കുപറ്റുന്നില്ല, അവന്റെ അടക്കത്തിൽ പങ്കുപറ്റുന്നില്ല, അവനോടൊപ്പം തേജസ്സിൽ ഉയർത്തെഴുന്നേക്കാൻ അവന്റെ പുനരുദ്ധാനത്തിൽ പങ്കുപറ്റുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങൾ കൃപയുടെ സുവിശേഷമാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലോട്ട് പോകാനായിട്ട് സ്നാനം ആവശ്യമില്ല. അവർ പോകാൻ കഴിയുമോ? ഇല്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 4-5-6 വാക്യം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഇവിടെ നിർത്താം, മുന്നോട്ട് വായിക്കാം, പക്ഷേ ഇവിടെ നിർത്താം. അപ്പൊ ഇവിടെയും പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? എഫേസൂസ് ആരുടെ സഭയാ? യഹൂദന്മാരാണോ അതോ അർത്തമീസ് ദേവിയുടെയും മറ്റ് അതുപോലെ തന്നെയുള്ള അസ്തേരാസ് ദേവി ദേവന്മാരുടെയൊക്കെ ഈട്ടില്ലമായിരുന്നു നമുക്കറിയാം. അത് നമുക്ക് പ്രവർത്തന പുസ്തകം 17-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ 20-ാം അധ്യായം വരെയുള്ള കോണ്ടക്സ്റ്റ് മുഴുവൻ ആ പ്രദേശത്ത് സഞ്ചരിക്കുന്നത്. അപ്പം അവിടെയുള്ള സഭയോട് പോൾ പറയുകയാണ്, ആരാണ്? ഒന്ന്, വിളിച്ചപ്പോൾ പ്രത്യാശ ഒന്ന്. ആരുടെ പ്രത്യാശ? ദൈവസഭയ്ക്ക് പ്രത്യാശ ഒന്നേ ഉള്ളൂ. അതിൽ യവനനായാലും, നമ്മൾ വായിച്ചു, യവനനായാലും ദാസനായാലും സ്വതന്ത്രനായാലും യഹൂദനായാലും ഒന്നാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയുള്ളൂ. എന്താ പ്രത്യാശ? നാം രൂപാന്തരപ്പെട്ട കർത്താവിനെ പോലെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, എല്ലാവർക്കും ശരീരം ഒന്ന്, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ പാനം ചെയ്ത ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പോൾ ഒരേ ഒരു ശരീരത്തിലേക്കാണ് ആര് വരുന്നത്? യഹൂദനായാലും യവനനായാലും ശമര്യനായാലും ജാതീയനായാലും എല്ലാവരും വരുന്നത് ഒരു ശരീരത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്.
എല്ലാവർക്കും ഒരു ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരുടെയും കർത്താവ്, എല്ലാവരെയും നടത്തുന്ന കർത്തൃത്വം ചെയ്യുന്നവൻ ഒരുവൻ, എല്ലാവരുടെയും വിശ്വാസം ഒന്ന്. അപ്പൊ പൗലോസും തുടക്കത്തിൽ പറഞ്ഞു, പരിശോധനക്കാരുടെ അവന്റെ സുവിശേഷ ഘോഷണവും ജാതിയുടെ എനിക്കും സുവിശേഷ ഘോഷണവും അല്ലേ ഏൽപ്പിച്ചു. അപ്പം ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും അധ്വാനിച്ചത്. അപ്പം വിശ്വാസം ഒന്ന്, സ്നാനവും ഒന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് കഴിപ്പിച്ച സ്നാനവും പൗലോസ് ഏറ്റ സ്നാനവും ഒന്ന് തന്നെയാണ്. അപ്പൊ പൗലോസ് സ്നാനമേറ്റു. നമുക്ക് അതിനെക്കുറിച്ച് സമയത്തിന്റെ പരിമിതി കൊണ്ട് കടന്നു പോകുന്നില്ല. അപ്പോസ്തലന്മാരുടെ 22-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ അനനിയാസിന് എന്നോട് ദൈവം പറയാണ്, നീ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് പോവുക, അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടതെന്ന് നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കൊടുത്തു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇനി താമസിക്കുന്ന എന്ത്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. പൗലോസിന് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയാം. എന്നാൽ ഒരിക്കൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് സ്നാനമേറ്റ തോമസിന് സ്നാനം വേണ്ട, തോമസിന്റെ അനുയായികൾക്ക് സ്നാനം വേണ്ട, പാപങ്ങൾ കഴുകണ്ട. ഇതേത് ബൈബിളിന്റെ ഉപദേശമാണ്? ഇത് ആർക്ക് അംഗീകരിക്കാൻ കഴിയും? ബൈബിൾ പറയാണ് എഴുന്നേറ്റ് സ്നാനം. ഇപ്പൊ പൗലോസ് വിശ്വസിക്കില്ലായിരുന്നോ? നമ്മളെക്കാൾ ഉപരി വിശ്വസിക്കല്ലേ? നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണെന്ന് പറഞ്ഞപ്പോ പിന്നെ യാതൊരു വിശ്വാസത്തിന്റെ കോൺഫ്ലിക്റ്റും ഇല്ല അവിടെ. ആരോട് അഭിപ്രായം ചോദിച്ചിട്ട് ഇതിങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാണോ, ഇതിങ്ങനെ പിതാവ് യേശു പ്രാർത്ഥിച്ചല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, 3 പേർ അബ്രാമിന്റെ അടുക്കൽ വന്നുള്ള ഈ കാര്യമൊന്നുമില്ല. കണ്ണി ചിമ്മുന്ന നേരത്തിനുള്ളിൽ മനസ്സിലായി യേശു ക്രിസ്തു യഹോവ ഒന്നാണ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോ അവൻ നേരെ അവരോട് പറഞ്ഞു, നീ എന്താ ചെയ്തത്? കണ്ണ് കാണാൻ മേലാതെ ഇപ്പൊ കഴിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീ എഴുന്നേറ്റ് യെരുശലേമിൽ ചെല്ലുക. അപ്പൊ അപ്പോൾ പറഞ്ഞു, എന്നെ ആരും വിശ്വസിക്കത്തില്ല, കാരണം ഞാൻ ഈ പറഞ്ഞ മടിയെല്ലാം നിനക്ക് എതിരെ ചെയ്തിട്ടുണ്ട്. അതല്ല, നീ പോ, അവിടെ ചെല്ലുമ്പോൾ നിന്നോട് പറയാൻ നീ എന്ത് ചെയ്യണമെന്ന് നിന്നോട് അവിടെ വെച്ച് പറഞ്ഞു തരും. അവിടെ ചെല്ലുക. താരതമ്യേന പിൽക്കാലത്തെ മിനിസ്ട്രിയുടെ ഭാഗമായി ചിന്തിക്കുമ്പോൾ പൗലോസിനേക്കാൾ നിസ്സാരനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി പൗലോസിനെ മുട്ടുകുത്തിച്ചു, അനനിയാസിന്റെ മുമ്പിൽ. അനനിയാസ് പറഞ്ഞ, സഹോദരനായ പൗലോസേ എഴുന്നേറ്റ് കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ നിന്ന് പോലും പറഞ്ഞില്ല. നിന്നോട് ഏൽപ്പിച്ചേക്കുക, നിന്നോട് പറയാനുള്ളത്. നിന്നോട് പറയുന്നു കാഴ്ച പ്രാപിക്കുക. കാഴ്ച പ്രാപിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധനായവന്റെ മുഖം കാണുവാനും അവനെ പ്രസംഗിക്കുവാനും നീ പ്രസംഗിയായി നിന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയും. അപ്പൊ ചിലർ പറയും, അവിടെ കഴുകിക്കളയാനേ പറഞ്ഞിട്ടുള്ളൂ, പൗലോസ് സ്നാനമേറ്റെന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾ എന്ത് പറയും? പൗലോസ് അനുസരിച്ചില്ലെന്നാണോ? അനുസരിക്കാത്ത പൗലോസ് വന്ന് പിന്നീട് അവിടെ പൗലോസ് തുടങ്ങിയതേ ഉള്ളൂ പരിപാടി അല്ലേ? ആ പൗലോസ് റോമിൽ വന്നിട്ട് യേശുക്രിസ്തു ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും മരണത്തിൽ പങ്കാളി. അപ്പൊ നീ സ്നാനം ഏറ്റിട്ടില്ല, പിന്നെ എങ്ങനെയാ നീ ഞങ്ങളോട് പറയുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം വെക്കാന്ന് റോമക്കാര് ചോദിച്ചോ? 28-26 അടുത്ത 3-ാമത്തെ സാക്ഷ്യമാണ്. അഗ്രിപ്പ രാജാവിന്റെ അടുക്കൽ വായിച്ചു. 28-26 28-26 ആ വായിച്ചു. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും അതാണോ യെശയ്യാ പറഞ്ഞല്ലേ? കണ്ണാലെ കണ്ടുകേട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെ ചെവികൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടത് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക. അപ്പം പൗലോസിനോട് അനനിയാസ് പറഞ്ഞത് ദൈവമാണ്, പ്രത്യക്ഷനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞു തരുമെന്ന് ആര് പറഞ്ഞു? അവൻ വർഷങ്ങൾക്ക് മുമ്പേ സേവിച്ചു വന്നിരുന്ന യഹോവ അവനോട് പറഞ്ഞു, ഞാൻ യഹോവയാകുന്നു, അല്ലെങ്കിൽ ഞാൻ യേശു ആകുന്നു. ഞാൻ പറയുന്നു, നീ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് പോകുക,
അവിടെ ഞാൻ ഒരുത്തനോട് പറഞ്ഞിട്ടുണ്ട് നീ എന്ത് ചെയ്യണമെന്ന്. അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, സൗളെ, കാഴ്ച പ്രാപിക്കുക, നീ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? അവന്റെ നാം വിളിച്ച് സ്നാനമേറ്റതിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ഇത് കേട്ടെ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കണ്ണും കാണാതെ ചെന്നവൻ അതനുസരിക്കാതെ പോരുവോ? അപ്പൊ പൗലോസ് സ്നാനമേറ്റെന്നുള്ള ചോദ്യത്തിന് സ്നാനം ഏറ്റെന്നൊരു വാക്യത്തിന്റെ ആവശ്യമില്ല. സ്നാനം പൗലോസ് കഴിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് ഇത് അനുസരിച്ച് കാണുമായിരിക്കുമല്ലോ. അനുസരിച്ച് കാണുമോ? ഡെഫിനറ്റ് ആയിട്ടും അനുസരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ വായിച്ച ഗലാത്യ ലേഖനത്തിലേക്ക്, എഫേസ് ലേഖനത്തിലേക്ക് വേഗത്തിൽ. അപ്പം എഫേസർ 4:6 എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും പിതാവും ദൈവവുമായവൻ ഒരുവൻ. അപ്പോ യഹൂദന്മാരിലും യവനന്മാരിലും സമരിയക്കാരിലും ജാതികളിലും സകല മനുഷ്യരിലും ഇരിക്കുന്ന എല്ലാവർക്കും മീതെയുള്ള, എല്ലാവരിലും വ്യാപരിക്കുന്ന, എല്ലാവർക്കും മീതെയുള്ളവനും ദൈവവും പിതാവുമായ ഒരു ദൈവമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. ആ കാര്യത്തിലൊക്കെ നമുക്ക് മാത്രമാണ് യോജിക്കാൻ കഴിയുന്നത്, തൃത്തക്കാർക്ക് യോജിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചു സ്നാനം ആരുടെ നാമത്തിൽ എന്തിനൊക്കെ പഠിച്ചു. വേഗത്തിൽ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4:3-4. ഒരാളെ 2 കൊരിന്ത്യർ 11:3-5 എടുത്തു. എളുപ്പമുണ്ടാവും. ഒരാൾ 2 കൊരിന്ത്യർ 11:3-5, ഒരാൾ അപ്പോസ്തല പ്രവൃത്തി 20:27-29 കിട്ടിയവർക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4:3-4. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്രയും മറഞ്ഞിരിക്കുന്നു. ഇതാരാ പറയുന്നേ? പൗലോസാ. കൊരിന്തിൽ വന്നിട്ട് ജാതീയ സഭയായി പൗലോസ് സ്ഥാപിച്ച സഭയിൽ പൗലോസ് പറയാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പൗലോസ് കേവലം പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്, കേവലം പൗലോസിന്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അല്ല, തൂണുകളായി അറിയപ്പെടുന്ന അപ്പോസ്തലന്മാര് മുഴുവനും അടങ്ങുന്ന ആ അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായ സഭ പണിപിടി. അപ്പം അപ്പോസ്തലന്മാരായ എല്ലാ അപ്പോസ്തലന്മാരും പഴയ നിയമത്തിൽ ഇതിന്റെ എല്ലാം മറയ്ക്കപ്പെട്ട് കിടക്കുന്ന വേർഷനിൽ പ്രയോജിക്കപ്പെട്ട പ്രവാചകന്മാരും അറിയിച്ച സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതാർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ ആർക്കാണ്? നശിച്ചു പോകുന്നവർക്കാണ്. അപ്പം അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള സ്നാനവും രക്ഷയും പാപമോചനവും മറഞ്ഞിരിക്കുന്നെങ്കിൽ അത് ആർക്ക് വേണ്ടി മറച്ചു വെച്ച് ആരെക്കാണ് മറഞ്ഞിരിക്കുന്നത്? നശിച്ചു പോകുന്നവർക്കാണ്. വായിച്ചു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പൊ ഇവിടെ പറയാണ് യേശു ക്രിസ്തു ആരാണ്? തൃത്വത്തിലെ രണ്ടാമെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ ഒന്നാമന്റെ പ്രതിമയാണോ രണ്ടാമൻ? ഇതൊരു പ്രതിമ. ഇതിന്റെ പ്രതിമയായിട്ട് രണ്ടാമൻ വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കാണാൻ കഴിയാത്ത ഒന്നിനെ കാണിക്കുമ്പോഴാണ് പ്രതിമ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം കാണാൻ കഴിയാത്ത അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ്, ഹി ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. 1 കൊളോസ്യർ 1:15. അപ്പം അദൃശ്യനായ ആ അരൂപിയായ സർവപ്രപഞ്ചത്തിലെ നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവായ ഏക ദൈവത്തിന്റെ പ്രതിമയാണ് യേശുക്രിസ്തു എന്നുള്ള തേജസ്സിന്റെ. ഓർക്കണം, ഇദ്ദേഹം ഒരു ട്രിനിറ്റേറിയൻ ആട്ടോ. ഈ പറയുന്ന ആള് ഒരു ട്രിനിറ്റേറിയനാണ്, തൃത്വവാദിയാണ്. അപ്പം ആ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഇയാള് എന്താണ് അല്ലെ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല, സുവിശേഷം മറിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 11:3-5 വേഗം വായിക്കാം. എന്നാൽ 3 വായിച്ചു, കുഴപ്പമില്ല. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് പോൾ പ്രവചിക്കുക. പിന്നീട് ദൈവസഭ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്
മത ഉപദേഷ്ടാക്കന്മാരോട് പറ്റിപ്പോകും. പ്രൈസ് ദി ലോർഡ് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. അപ്പം ഇവിടെ പോൾ പറയുന്ന അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാരാ? യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. അവരെക്കാൾ ഞാൻ ഒട്ടും കുറവുള്ളവനല്ല. ആമേൻ. അതുകൊണ്ട് എനിക്ക് ഭയമുണ്ട്, നിങ്ങൾ ഈ കൊരിന്തിലുള്ള നിങ്ങൾ മറ്റൊരു യേശുവിനെ ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ എന്തുകൊണ്ടായിരിക്കും വേറൊരു യേശുവിനെ പ്രസംഗിച്ചാൽ വിശ്വസിക്കേണ്ടി വരുന്നത്? നമുക്കൊരു കാര്യം തെറ്റായി ധരിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ശരിയായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തപ്പോഴാണ്. നമ്മുടെ അടുത്ത് വന്നിട്ട് തൃത്വം പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ബല പോകും. നമുക്കറിയില്ലെങ്കിലോ, അത് കണ്ടോ, ഇവിടെ കണ്ടോ, അവിടെ കണ്ടില്ലേ, യേശു പ്രാർത്ഥിച്ചില്ലേ, യേശു പറഞ്ഞില്ലേ ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, ഞാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ വേറൊരുത്തിനെ അയക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ 3 പേരില്ലേ എന്ന്. ശരിയാണല്ലോ, 3 പേരുണ്ടെന്ന് നമ്മൾ ഓർക്കൂ. അതിന്റെ കാര്യം എന്താ ഓർക്കാത്ത? നമുക്കറിയാം അല്ലേ, നമുക്ക് പൊരുൾ തിരിച്ചറിയാം. അപ്പം വേറൊരുത്തൻ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ പൊറുക്കുന്നത് ആശ്ചര്യം എന്ന് പറയുമ്പോൾ പോളിന് അറിയാം ഇവിടെ ചില കാര്യങ്ങൾ ആരെങ്കിലൊക്കെ പലരും വന്ന് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾ ശരിയാ അത് ശരിയാ ബ്രദർ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഡിവിഷന്റെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വായിച്ചു. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. നമുക്ക് സമയം പോരാത്തതുകൊണ്ട് നമുക്ക് അവിടെ വിടുകയാണ്. അടുത്ത അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 27-29. നമുക്ക് പുസ്തകത്തിലെല്ലാം ഉണ്ടെന്നേ, നമുക്ക് മെടുക്കൊന്നും വേണ്ട. ഇത് മുഴുവൻ അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചാൽ മാത്രം മതി. നമുക്ക് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു. ദൈവത്തിന്റെ ആലോചനയിൽ മുമ്പ് ഒന്ന് പറഞ്ഞു, എന്നാൽ കൗൺസിൽ ഓഫ് ഗോഡ്, സ്നാനം ദൈവത്തിന്റെ ആലോചന. അപ്പൊ ഞാൻ അറിയിച്ച കൂട്ടത്തിൽ ഞാൻ എന്തു അറിയിച്ചിട്ടുണ്ട്? സ്നാനവും അറിയിച്ചിട്ടുണ്ട്. ഒരു ദൈവം മനുഷ്യർക്ക് നൽകാൻ ആഗ്രഹിച്ച ഒരു ആലോചനയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? മറച്ചു വെച്ചിട്ടില്ല. വായിച്ചോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. ഇപ്പൊ പൗലോസ് പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ തന്റെ ശിഷ്യന്മാരോട് താൻ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ള ആളുകളോട് പറയുകയാണ്, കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച് നിങ്ങളുടെ ഏൽപ്പിച്ചു തന്നിരിക്കുക. എന്തിനു വേണ്ടി ഏൽപ്പിച്ചേക്കുന്നേ? മേയ്ക്കാൻ, വഴി നടത്താൻ, അവരെ നല്ല വഴിയിൽ നടത്തി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി കാഹളം ധ്വനിക്കുമ്പോൾ ആക്കി വെക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ഈ പരിപാടിക്ക് പോകും. നരകത്തിൽ കൊണ്ടുവരാണെങ്കിൽ ഏൽപ്പിച്ച ഇടയന്മാരെന്ത് ചെയ്യണം? ഏൽപ്പിച്ചവർക്കെല്ലാം കണക്ക് ബോധിപ്പിക്കണം, അവരെ തെറ്റായ വഴി നടത്തുകയല്ല. ഓക്കെ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ കൊടി എന്നാക്കൾ നിങ്ങളിലേക്ക്. ഇത് ഇന്നൊന്നും കടന്നു അല്ല കേട്ടോ, അന്നേ കടന്നു. അവിടെയാണ് ഈ ട്രിനിറ്റിയൊക്കെ ഉണ്ടായത്. അങ്ങനെയാ AD 252 കാലഘട്ടങ്ങളിൽ തന്നെ ഈ ബാപ്റ്റിസം മറിച്ചു വയ്ക്കുക വഴി മറിച്ചു വന്ന് പിന്നീട് അത് ഒരു ചാക്രിയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമായി AD 305 കത്തോലിക്ക സഭ ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അവിടെ വളർന്ന് പന്തലിച്ചു വരുന്നു. എല്ലാത്തരം ദുരുപദേശങ്ങളും ഉണ്ടായി. അങ്ങനെ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേക്കും. അവൻ RSS നിന്നൊന്നും വേണ്ട വരാൻ, അവൻ ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് തന്നെ വരും. അവൻ ഈ ബൈബിൾ പഠിപ്പിക്കുന്നിടത്ത് നിന്ന് തന്നെ ഇറങ്ങി വരും ഈ വിപരീത ഉപദേശം പ്രസ്താവിക്കാൻ. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമോ, ഗ്രേസ് മിനിസ്ട്രിയുടെ വക്താവായ തോമസ്. നമുക്ക് അങ്ങനൊന്നും പറയാനില്ലേ. നമുക്ക് പറയാനുള്ളത് ഇതെന്ത് പറയുന്നു അത് മാത്രം പറയാന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. എന്ത് സങ്കടം, എന്ത് കരച്ചില. 3 വർഷം ഞാൻ ഇതിനു വേണ്ടി കരഞ്ഞു. എന്തിനാ? താൻ സമ്പാദിച്ച ദൈവസഭയിൽ ദുരുപദേശങ്ങൾ കടന്നു വരുന്നത് ഓർത്ത് കരഞ്ഞു. ഇന്ന് ദുരുപദേശം പഠിപ്പിക്കുന്നവർക്ക് കരച്ചിലില്ല. പൗലോസ് ഇനി അങ്ങനെ സംഭവിക്കുമെന്നോർത്തും സംഭവിച്ചതോർത്തും കരയുമ്പോൾ പുതിയ ഉപദേശത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ജനങ്ങളെ
അത്യാവശ്യം സ്നാനം തൃത്വത്തിലാണെങ്കിൽ എടുത്തവനെ പോലും അത് ക്യാൻസൽ ചെയ്യിച്ചിട്ട് അവിടെ കൊണ്ടുവരിക. വേണ്ട, അതിന്റെ ആവശ്യമില്ല. കൃപ മാത്രം മതി. കൃപയുടെ പിന്നെ എന്ത് ചെയ്യാമല്ലോ? കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്, എല്ലാം ചെയ്യാനുള്ള ലൈസൻസ്. പിന്നെന്ത് വേണം? നല്ല സഭയല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. AC കത്തോലിക്ക പള്ളിയിൽ പോയി കഴിഞ്ഞാൽ AC ഇട്ടിരുത്തോ? ഇല്ല. പക്ഷെ തോമസിന്റെ സഭയിൽ പോയി AC ഇട്ട് കസേരയിലിരിക്കാം. നല്ല പവർ പോയിന്റ് പ്രസന്റേഷൻ കാണാം, കമ്പ്യൂട്ടറുണ്ട്, സംവിധാനങ്ങളുണ്ട്. നല്ലതാ, പോകാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. പക്ഷെ അതിന്റെ അവസാനം എവിടെയൊക്കെ തുറന്നു വെച്ചേക്കുന്നറിയോ? ഗേറ്റ് വേ ടു ലേക്ക് ഓഫ് ഫയർ, അഗ്നി നരകത്തിലേക്കുള്ള വാതിലാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിക്കാം. ഗലാത്യ ലേഖനം 8 മുതൽ 10 വരെ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് പറയാണ്, ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ് കേവലം പൗലോസിനെ മാത്രമാണോ പറയുന്നത്? അല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷം രണ്ടാണെങ്കിൽ, രണ്ട് സുവിശേഷത്തിൽ 2 രക്ഷയുണ്ടായിരിക്കണം, 2 സ്വർഗം ഉണ്ടായിരിക്കണം, 2 തരം ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കണം. യഹൂദൻ വേറെ ക്രിസ്ത്യാനിയായിരിക്കണം, ജാതി വേറെ ക്രിസ്ത്യാനിയായിരിക്കണം. അങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റി ഉണ്ടോ? ഇല്ല. ഒരൊറ്റ സഭയേ ഉള്ളൂ. അത് തുടങ്ങുമ്പോൾ യഹൂദന്മാരെ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. കാരണം തുടങ്ങിയ യെരുസലേമിലാണ്. മാത്രമല്ല, അത് തുടങ്ങിയത് യെരുസലേമിൽ പെന്തക്കോസ്ത പെരുന്നാൾ ദിനമായതുകൊണ്ട് എല്ലാ വർഷവും അവിടെ പെരുന്നാളിന് കൂടി വരുന്നവര് സ്നാനമേറ്റതുകൊണ്ട് തുടങ്ങിയപ്പോൾ യഹൂദനാണെങ്കിലും പിന്നീട് പത്രോസ് നേരെ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനെ എവിടെ കൊണ്ടുപോയി? 10-ാമത്തെ അധ്യായത്തിൽ ജാതീയനായി കൊർന്നേലിയസിന്റെ അടുത്ത് കൊണ്ടുപോയോ? അപ്പൊ കൊർന്നേലിയസിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ കൊർന്നേലിയസും ഭവനക്കാരും സ്നാനമേറ്റു യേശുക്രിസ്തു നാമത്തിൽ. അപ്പൊ ഇത് രണ്ട് വെർട്ടിക്കൽ സഭയായി. ഒന്ന് ചർച്ച് ഓഫ് ഗോഡ് ബ്ലാക്ക്, ചർച്ച് ഓഫ് ഗോഡ് വൈറ്റ്. അങ്ങനെയാണ്. വെള്ള ചർച്ച് ഓഫ് ഗോഡ് കാരണം ഒരു സഭ, വെളുത്തവർക്ക് ഒരു സഭ. അങ്ങനെ ഒരു സഭയുണ്ട്, അറിയാവോ? ഇല്ലേ? ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യക്ക് 2 സഭയുണ്ട്, അറിയാമോ? ചർച്ച് ഓഫ് ഇന്ത്യ ആയിട്ടുണ്ടോ? ഒന്ന് മുളക്കൊഴിയാണ്, ഒന്നിന്റെ ആസ്ഥാനം കോട്ടയോ പാക്കിലുള്ളത് കറുത്ത തൊലിയുള്ളവർക്കുള്ളതാണ്. മുളക്കൊഴിയുള്ളവർക്ക് വെളുത്ത തൊലിയുള്ളവരുടെ സഭയാണ്. ഇവിടെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടില്ലേ? 2ഇടത്തും പാസ്റ്റർമാരുണ്ട്. വെളുത്തവർക്ക് വെളുത്ത പാസ്റ്ററുണ്ട്, കറുത്തവർക്ക് കറുത്ത പാസ്റ്ററുണ്ട്. അപ്പം ഇവിടെ വിഭാഗിക്കപ്പെട്ടോ? ഇപ്പൊ കൊർന്നേലിയസ് ജാതീനല്ലേ? പക്ഷെ പത്രോസിനൊരു മടിയായിരുന്നു അങ്ങോട്ട് പോകാൻ, അല്ലേ? പത്രോസിന്റെ മടിയായിരുന്നു. പത്രോസ് അതെങ്ങനെ അപ്പൊ പത്രോസിന്റെ മടി അറിയാവുന്നതുകൊണ്ട് ദൈവം ആദ്യമേ തന്നെ ഒരു സൂത്രം ഇറക്കി വെച്ചു, അല്ലേ? ഒരു ദുപ്പട്ടി നിറച്ച് ഇറക്കിട്ട് അത് നമ്മൾ വെച്ചത് തന്നെ അതിൽ നിന്ന് പാമ്പും പഴുതാരയും പല്ലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ഓടാൻ തുടങ്ങി. അപ്പൊ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇതിനെ അറുത്ത് തിന്നാൻ പറഞ്ഞു പത്രോസിനോട്. പത്രോസ് പറഞ്ഞു, അയ്യോ കർത്താവേ, നീ എന്ത് പണിയാ കാണിക്കുന്നത്? ഞാൻ മലിനമോ മ്ലേച്ഛമായതൊന്നും തൊടുക പോലും നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദൈവം വിശദീകരിച്ചതിനെ നീ മലിനം നമ്മൾ പറയുന്നത് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പം യോപ്പായിൽ നിന്ന് ആളയച്ച് നിന്റെ അടുക്കൽ ആള് വരും, മിണ്ടാതെ അവരോട് പൊക്കണം എന്ന് പറഞ്ഞു. കാരണം ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. കറുത്തവനെന്നും വെളുത്തവനെന്നും യവനെന്നും ജാതിയെന്നും തുരുക്കനെന്നും ഇല്ല, ക്രിസ്ത്യാനിയെന്നും ഇല്ല, ചേരനെന്നും ചോളനെന്നും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുള്ളേ. തൊലി വെളുത്ത കറുത്തമൊക്കെ നമ്മളെ ജീനിന്റെ പ്രശ്നമാണ്, നമ്മളെ പിതാക്കന്മാരുടെ ജീനിൽ നിന്ന് വന്ന വ്യത്യാസമാണ്, അത് ദേശത്തിന്റെ വ്യത്യാസമാണ്. ആ വ്യത്യാസമൊന്നും ദൈവത്തിലില്ല. അവന്റെ ഉള്ളിലുള്ള ആത്മാവും എന്റെ ഉള്ളിലെ ആത്മാവും പൗലോസിലുള്ള ആത്മാവും ഒരേ ആത്മാവാണ്. മിനിസ്ട്രി സംബന്ധിച്ച് ദൈവം അവർക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു ആത്മാവ് ലോകം മുഴുവനേക്കാളും വിലയുള്ളതാണ് ദൈവത്തിനറിയാം. അവനെ വിഭാഗിക്കാൻ പത്രോസ് ശ്രമിച്ചപ്പോൾ പത്രോസിനോട് പറയും, നീ എഴുന്നേറ്റ് ചെല്ലാൻ പറഞ്ഞു. പത്രോസ് ചെല്ലുന്ന അവിടെ ചെന്ന് പത്രോസിന്റെ കാല് കുത്തിയത് തന്നെ അവിടെ ഉള്ളവർക്ക് ആത്മാവ് വന്നു. അപ്പൊ പത്രോസ് ചാടി പറയാണ്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്ക് സ്നാനം വിലക്കാൻ ആർക്ക് കഴിയും? അവരെ കർത്താവ് യേശുവിനെ സ്നാനം കഴിപ്പിക്കുക. അപ്പോസ്തലർ 2:32 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സമയം.
എല്ലാവർക്കും അറിയാവുന്ന പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇനി അടുത്ത വാക്യം വായിച്ചു. വാഗ്ദത്തം നിങ്ങൾക്കും. ആർക്ക്? ആരോടാ പറയുന്നേ? യഹൂദന്മാരോട്. വായിച്ചു. നിങ്ങളുടെ മക്കൾക്കും എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ള. അപ്പൊ അതാരാ? ജാതികൾ എന്ന് പറഞ്ഞാൽ അത് എന്ന് വരെയാ? ദൂരസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്ന് വരെയാ? ഈ കോളിംഗ് എന്ന് അവസാനിക്കുന്നു അന്ന് വരെയുള്ളവർക്ക് ഉള്ളതാണ് ഈ സ്നാനവും ഈ സ്നാനത്തിലുള്ള വാഗ്ദത്വവും. അപ്പം ജാതിയനും യഹൂദനും തമ്മിൽ സ്പ്ലിറ്റ് ആക്കുന്ന എന്തെങ്കിലും ഒരു വചനം കണ്ടുപിടിക്കാൻ കഴിയുമോ? കഴിയില്ല. പക്ഷെ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്യം എടുത്തൊരു ഉപദേശം സ്ഥാപിക്കുന്നവർക്ക് സ്ഥാപിക്കാം. ഇണവാക്യങ്ങളോട് ഒരു ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ കൈകൊള്ളും. കാരണം വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്നാനം വേണ്ട എന്ന് പഠിപ്പിച്ചാൽ ഇവർ വേണ്ട എന്ന് പറഞ്ഞ് ഈ ആരോപണം മുഴുവൻ പൗലോസിന്റെ തലയെ കെട്ടിവെക്കുമ്പോൾ, പൗലോസ് ഇന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ മിനിസ്ട്രിയുടെ സഭയ്ക്കകത്ത് പൗലോസ് കയറി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അടിച്ചു നിരപ്പാക്കുള്ളൂ അല്ലെ? കാരണം ആ കാര്യത്തിൽ നിന്ന് പൗലോസിന് ഒരു മടിയുള്ള ആളല്ല. പൗലോസ് വന്നു കഴിഞ്ഞാൽ ആദ്യം അയാളെ പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കും. വെറുതെ പടത്തിൽ ഒരുത്തനെയും എന്റെ പേരിൽ വേണോ നിനക്ക് ഈ പരിപാടി എന്ന് ചോദിക്കും. ഞാൻ എവിടെയാടാ പറഞ്ഞിട്ടുള്ളത് സ്നാനം വേണ്ട എന്നുള്ളത് എന്ന് ചോദിക്കില്ലേ? ഞാനാണ് ചോദിക്കും. പൗലോസ് എത്രമാത്രം ചോദിക്കും? കാരണം നമ്മള് രാപ്പകൽ കണ്ണിന്തിറൊന്നും വാർത്തിട്ടില്ല. നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ഷീണം, ശരീരത്തിന് ക്ഷീണം വിശ്രമിക്കും. നമ്മൾ സമയാസമയം കൃത്യമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കും. എല്ലാത്തും നല്ല സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ നല്ല മാംസം കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കും. നമ്മൾ വിനോദയാത്രകൾ പോകും. നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിൽ പോകും. നമ്മൾ എത്ര സമയമുണ്ട്? നമ്മൾ ചുരുങ്ങിയ പക്ഷെ ദൈവത്തോടു കൂടി ഇരിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? പൗലോസ് ദൈവത്തോട് ഇരിക്കാനല്ല, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടി തല്ലുകൊള്ളാനും കാരാഗ്രഹത്തിൽ കിടക്കാനും ചാട്ടവാറടിയാക്കാനും സന്തോഷത്തോടെ വിചാരണ ചെയ്യപ്പെടാനും നിന്നിട്ടുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം നിന്നിട്ടുണ്ട്? നമ്മൾ സഹിക്കത്തില്ലെങ്കിൽ പിന്നെ പൗലോസ് സഹിക്കുവോ? രാപ്പകൽ കണ്ണുനീർ വാർത്തവൻ സഹിക്കുവോ? ഇന്ന് ഇങ്ങനെ ഈ വഞ്ചന നടത്താൻ സഹിക്കുവോ? സഹിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്നാനമുണ്ടോ? വേണോ? എന്നുവരെ വേണം? കാലത്തിന്റെ അന്ത്യം വരെ. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ വരുന്നത് വരെയും ഇവിടെ സ്നാനം ഉണ്ടാകും. വാനമേഘത്തിൽ വന്നു കഴിഞ്ഞും ഇവിടെ സ്നാനം ഉണ്ടാകും. ആര് നടത്തുന്നതായിരിക്കും അറിയാമോ? ഇവിടുന്ന് പോകാൻ പറ്റാത്ത ആളുകൾ പരിപാടി തുടരുകയല്ലേ? തുടരുമോ? അവർക്കറിയില്ലല്ലോ, സംഭവം ഒന്നും അറിയില്ലല്ലോ. അവരപ്പോഴും പാട്ടുപാടി പറവോന് ഞാൻ ഇനി അടിമയല്ല പരമസിയോനിൽ പാട്ട് പാടിക്കൊണ്ട് ചണ്ട കൊട്ടി അവർ പിന്നെ പോകും. പക്ഷേ സംഭവം എല്ലാം കഴിഞ്ഞ് അവിടെ ഷട്ടറിട്ടു പൂട്ടി. അപ്പം സ്നാനം എന്താണെന്നും ഏതാണെന്നും ആരുടെ നാമത്തിലാണെന്നും എന്തിനു വേണ്ടിയാണ് സ്നാനമേറ്റതെന്നും അറിയുന്ന യഥാർത്ഥ വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കുമ്പോൾ മാറ്റപ്പെടും. പിന്നെ സ്നാനവും നിരോധിക്കും. ഇവിടെ ഒരു അടിയും പിടിയൊക്കെ നടക്കുമ്പോൾ അന്തിക്രിസ്തുവിന്റെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ അവിടെ പരിപാടി നടത്തത്തില്ല. ശരി, നിർത്തി, പരിപാടി നിർത്തി. എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ പറയുന്നത് എന്താ? സാറുമാര് പറയുന്നത് ചെയ്യാം, ശൂലം വെക്കണോ വെക്കാം എന്ന് പറയും. അത് പറയുന്ന ഒരു സമയം വരും. നമ്മൾ അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പേപ്പറിൽ, ലോകത്തിലെ ഒരു എത്ര കിലോമീറ്റർ നീളം കൂടി പേപ്പറിൽ എഴുതി ചേർക്കാൻ സംഖ്യയിൽ എഴുതി ചേർക്കാൻ കഴിയാത്ത അമൂല്യമായ നിധിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. തോമസ് പറഞ്ഞ പോലെ, തോമസ് പ്രസംഗിക്കുമ്പോൾ തോമസ് പല പ്രാവശ്യം പറഞ്ഞു, ഞാനിത് പ്രസംഗിച്ചതോർത്ത് ദൈവം എന്നെ ചൊല്ലി ദൈവം മഹത്വപ്പെടുത്തുന്ന പറഞ്ഞു. എന്നെ ആ നാളിൽ പ്രശംസിക്കും. ഞാൻ ഈ സുവിശേഷം ആളുകളെ ഈ കൃപയുടെ സുവിശേഷം പൗലോസ് അറിയിച്ച ഈ രക്ഷ അറിയിക്കുന്നവൻ എന്നുള്ള നിലയിൽ എന്നെ മാനിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. വലിയ അഹങ്കാരമല്ലേ അദ്ദേഹം പറഞ്ഞത്? അല്ലേ? എന്നാൽ ഞാൻ പറയും,
എന്നെ പോലെ അല്ലെങ്കിൽ ഈ നാളിൽ ഈ ബൈബിളിലെ ഒരു വാക്യം പോലും അസാധുവാക്കാതെ, ഒന്നിനെ പോലും കൂട്ടാതെ കുറയ്ക്കാതെ പ്രസംഗിക്കുന്ന ആളുകൾക്കായി ഞങ്ങൾക്ക് പ്രശംസയുണ്ടാകും. എന്നെ പ്രശംസിക്കുന്നു ഞാൻ പറയില്ല. ദൈവസന്നിധിയിൽ പ്രശംസയുണ്ടാകും. എനിക്ക് മാത്രമല്ല, ഈ സന്ദേശം, ഈ വിശ്വാസം, ഇത് അന്ത്യത്തോളം മുറുകെ പിടിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എല്ലാം ശരിയാക്കാന്ന് പറയാൻ ഇത് കർത്താവായ ക്രിസ്തു പിണറായി വിജയനല്ല. എല്ലാം ശരിയാക്കാന്ന് പറയാൻ, ഒന്നും ശരിയാക്കാതിരിക്കുകയും ചെയ്യാൻ. അപ്പം എല്ലാം ശരിയാക്കാം എന്നല്ല കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് കടന്നു പോകുന്ന വഴികളിൽ നമുക്ക് കഷ്ടമുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഷ്ടമല്ലേ? നമ്മളിവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്ക് എന്തെല്ലാം കഷ്ടങ്ങളുണ്ട്. ഓരോരുത്തരുടെ കഷ്ടം വ്യത്യാസമല്ലേ? ഇവിടെ ഗ്രേസ് സിസ്റ്റർ പറയായിരിക്കും, ജിൻസിസ്റ്റർക്ക് ഗ്രേസി എത്ര ഗ്രേസി ഉണ്ട്, അല്ലെങ്കിൽ ആ സിസ്റ്റർക്ക് ഏതെങ്കിലും ഓമന സിസ്റ്റർ ആയിക്കോട്ടെ. അപ്പൊ ഇന്ന സിസ്റ്റർക്ക് നല്ല ഭർത്താവിനെ കിട്ടിയെന്ന് പറയും. എൻ്റെ ഇതിങ്ങനെ. പക്ഷെ അപ്പൊ നമുക്ക് പ്രശ്നങ്ങളില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ എന്തുമാത്രം കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഇല്ല, എന്തുമാത്രം കഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പൊ ആ കഷ്ടങ്ങൾ, എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്. ഓരോരോ കഷ്ടങ്ങൾ ഓരോ വിധത്തിലുള്ള കഷ്ടങ്ങളാണ്. ആ കഷ്ടങ്ങളുടെ നടുവിൽ നാം ആ കഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന, അതിനെ സഹിക്കുന്ന ഇതാണ്. നമുക്ക് കുറവുകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, തെറ്റുകളുണ്ട്, വീഴ്ചകളുണ്ട്. നാം ഈ ജഡത്തിലിരിക്കുന്നതോളം കാലം നമുക്ക് പോരാട്ടങ്ങളുണ്ട്, നമുക്ക് വീഴ്ചകളുണ്ടാകും. പക്ഷെ നാം വീഴുന്നിടത്ത് കിടക്കാതിരിക്കുക, എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. നമുക്ക് അതിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ ശാരീരികമായ നിലകളിൽ, നമ്മുടെ മാനസികമായ നിലകളിൽ, കുടുംബ പശ്ചാത്തലങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ മാംസത്തിലും രക്തത്തിലും നമ്മൾ ഓഹരിക്കായി പോകുമ്പോൾ നമുക്ക് ആവശ്യം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് അവസാന തുള്ളി ചോര വരെയും കാൽവരിയിൽ ഊറ്റിത്തന്ന ഒരുവനാണ്, മകനെ മകളെ നിന്നെ എനിക്ക് താ എന്നവനോട് പറയുന്നത്. നമ്മുടെ ഒന്നും അവന് ആവശ്യമില്ല. നമ്മുടെ മുറിവേറ്റ ഗുരുണിതമായ ഹൃദയം മാത്രം മതി അവന്. നല്ലതൊന്നും കൊടുക്കണ്ട. നമ്മുടെ സമ്പത്ത് വേണ്ട, നമ്മുടെ സൗന്ദര്യം വേണ്ട, ബുദ്ധി വേണ്ട, ഭർത്താവിനെ വേണ്ട, ഭാര്യയെ വേണ്ട, ഭവനം, ബാങ്ക് ബാലൻസ് വേണ്ട. മകനെ മകളെ നിന്റെ വ്രീണിതമായ ഹൃദയം തരുക. ചോരയൊലിക്കുന്ന, സൗന്ദര്യമില്ലാത്ത, ബുദ്ധിയില്ലാത്ത നിനക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ അപകർഷബോധന നടുവിലും, നിന്റെ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ നടുവിലും അനുതാപത്തോടെ നിന്നെ എനിക്ക് തരുക. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.